റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് മെഷീൻ ലേണിംഗ് ആണ്. അപ്പം അതിന്റെ ഫണ്ടമെന്റൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ചെസ് കളിച്ച് നിങ്ങൾ സൈക്കിൾ ചവിട്ടി ജയിച്ചു. അതായത് കമ്പ്യൂട്ടറിന് നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് സാധനം പറഞ്ഞു കൊടുക്കും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കും, ഒന്നിക്കും നിനക്കൊരു റിവാർഡ് കിട്ടും, അല്ലെങ്കിൽ നിനക്കൊരു പണിഷ്മെന്റ് കിട്ടും. നീ സൈക്കിൾ ചവിട്ടി ജയിച്ചാൽ നിനക്ക് പ്രൈസ് കിട്ടും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കിട്ടും. ഈ സാധനവും കൂടെ വെച്ച് ഈ ഐറ്റത്തിൽ ഈ ഫംഗ്ഷനും കൂടെ ജോയിൻ ചെയ്യുമ്പോഴാണ് അവിടെ ലേണിംഗ് ഉണ്ടാകുന്നത്. കുറച്ച് ടൈപ്സ് ഓഫ് ലേണിംഗ് ഉണ്ട്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയും. സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഇതിനെല്ലാത്തിനും പ്രധാനമായിട്ട് വരേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പണന്റ് ഉണ്ടാവും, അത് ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു സാധനമാണ്. പിന്നെ പ്രയർ നോളജ്, ഇതിനെപ്പറ്റി മുമ്പ് നമ്മൾ ഉണ്ടാക്കുന്ന സിസ്റ്റത്തിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ. പിന്നെ നമ്മൾ ഡേറ്റ ഇൻപുട്ട് ചെയ്ത് കൊടുക്കും. നമ്മുടെ ഡേറ്റ സെറ്റാണ് ഈ എക്സോറിന്റെ ഈ ഒരു ഐറ്റം. അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചാണ്, ആ ഫീഡ്ബാക്കും വെച്ചാണ് ഇവൻ ഈ സാധനം പഠിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഈ കമ്പണന്റ് ഇംപ്രൂവ് ചെയ്യേണ്ട കമ്പണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ഒരു ഡയറക്റ്റ് മാപ്പിംഗ് ഫ്രം കണ്ടീഷൻസ് ആയിരിക്കും, കറന്റ് സ്റ്റേറ്റ് ഓഫ് ആക്ഷൻസ്. ഇപ്പൊ ഒരു രണ്ട് സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സാധനത്തിനെ മാപ്പ് ചെയ്ത് അതിന്റെ കണ്ടീഷൻ ഉണ്ടല്ലോ, നമുക്ക് ഓൾറെഡി ഒരു പ്രീഡിഫൈൻഡ് കണ്ടീഷൻ ഉണ്ട്. ഇറ്റ്സ് വെരി സിമ്പിൾ, റൈറ്റ്? ആ കണ്ടീഷൻ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് ഇവൻ അടുത്ത ചെയ്യാൻ പോണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെപ്റ്റ് ചെയ്ത് നോക്കും. അതായത് പെർസെപ്ട്രോൺ എന്ന് പറയുന്നതും പെർസെപ്ഷൻ എന്ന് പറയുന്നതും നമുക്ക് കിട്ടിയിട്ടുള്ള ഡേറ്റയും. ഇപ്പൊ ഒരാള് സൈക്കിൾ ചവിട്ടുന്നതിന് മുമ്പ് നമുക്ക് ആ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സൈക്കിളുണ്ട്, നമുക്കൊരു റോഡുണ്ട്, നമ്മൾ ചവിട്ടണം. ആ ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ അത് സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് കാര്യം. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻപുട്ടും ഈ സാധനം അനുസരിച്ച് ഈ പെർസെപ്ഷൻ അത് ഇവോൾവ് ചെയ്യും. ആ ഇവോൾവ് ചെയ്യുന്ന സാധനമാണ് റിസൾട്ട്സ് ആയിട്ട്, പോസിബിൾ ആക്ഷൻസ് ആയിട്ട്. ഏജന്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനെയാണ് ഈ ഒരു കേസിൽ. ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മോഡേൺ ഇതിൽ ഏജന്റ്സ് ബിൽഡ് ചെയ്യാം. GPT-ക്ക് ഉണ്ട് ഏജന്റ്, ക്ലൗഡിനുണ്ട് ഏജന്റ്, എല്ലാ സാധനങ്ങൾക്കും ഏജൻസ്. ഈ ഏജന്റ് എന്ന് ഉദ്ദേശിക്കുന്ന സാധനം മെഷീൻ ലേണിംഗിൽ കമ്പ്യൂട്ടറിനെയാണ്. ഇറ്റ്സ് ദ പേഴ്സൺ ഹൂ ഈസ് സോൾവിങ് ദ പ്രോബ്ലം. അതാണ് അതിന്റെ ഒരു പ്രോപ്പർ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം പിന്നെ നമുക്കുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂട്ടിലിറ്റി ഇൻഫർമേഷൻ ഉണ്ടാവും, ഇൻഡിക്കേറ്റിംഗ് എന്തായിരിക്കും സ്റ്റേജ് വരാനുള്ളതെന്ന്. അവനാണ് നമ്മുടെ മിഡിൽ ബ്രെയിൻ, അവന്റെ ജോലിയാണ് ആ പരിപാടി ചെയ്യുക എന്നുള്ളത്. പിന്നെ ഉള്ള സാധനം നമുക്ക് എന്താണ് നമ്മുടെ ഗോള്, ഇത്രേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് കോംപ്ലിക്കേറ്റഡ്. അപ്പൊ ഇതിന് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രയർ നോളജ് ഉണ്ടാവും, പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും, എന്താണെന്നുള്ള ആ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും, പിന്നെ ഈ പറഞ്ഞ ഫാൻസി നെയിം, റിഗ്രഷൻ. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു ഫീഡ്ബാക്ക് എന്ന് പറയുന്ന സാധനം. അപ്പൊ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സാധനം ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് 3 ടൈപ്സ് ഓഫ് ലേണിംഗ് വേണം. അല്ലെങ്കിൽ ഇതാണ് സോ കോൾഡ് മെഷീൻ ലേണിംഗിന്റെ ഒരു ഫണ്ടമെന്റൽസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒന്ന് സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. നമ്മുടെ കയ്യിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പെയേഴ്സ് ഉണ്ടാവും. ആ പെയേഴ്സിനെ ഔട്ട്പുട്ടിലോട്ട് മാപ്പ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ഒരു പ്രോബ്ലം ഇല്ലേ, നമ്മുടെ ആർക്ക് പ്രൈസ് 3. ആർക്ക് പ്രൈസ് 3യുടെ കറക്റ്റ് അതെടുത്തു. അതെ, കറക്റ്റ്. ആ സൂപ്പർവൈസ് സാധനം എടുത്തു. നമുക്ക് അത് കൊള്ളാം. ആ ഫസ്റ്റ് ഡയഗ്രാം എടുത്തു. ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പം അതിനകത്തും നമുക്ക് ഇൻപുട്ട് ഉണ്ടാവും, നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാവും, നമുക്കൊരു ഡേറ്റ സെറ്റ് ഉണ്ടാവും. ഈ ഡേറ്റ സെറ്റിനകത്ത് ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർവൈസ് ലേണിംഗ് ആണെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പെയേഴ്സ് ഉണ്ടാവും. നമ്മൾ കമ്പ്യൂട്ടറിന്റെ അടുത്ത് പറയാണ് ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്, അവന്റെ കൂട്ടർ ടെസ്റ്റ് കേസും കൂടെ ഉണ്ടാവും. ഈ ഇൻപുട്ടും ഈ ഔട്ട്പുട്ടും കൊടുത്തതിന് ശേഷം ഇതാണ് ടെസ്റ്റ്, ഇത് കൊടുത്താൽ ഇത് വരണം. എന്നിട്ട് കമ്പ്യൂട്ടറിന്റെ അടുത്ത് നമ്മൾ പറയാണ് ഇനി വേറൊരു സാധനം ഇതേപോലത്തെ വന്നാൽ നീ എന്ത് പ്രെഡിക്റ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് നോക്കുക. ആർക്ക് പ്രൈസിന്റെ ആ ഒരു സാധനം കാണുമ്പോൾ ഇതായിട്ട് തോന്നുന്നു. പക്ഷെ ഇതാണ് നമ്മുടെ മെഷീൻ ലേണിംഗിന്റെ, അത് ഡയഗ്രാം ഒന്ന് വലുതാക്കാൻ പറ്റുമോ? മെഷീൻ ലേണിംഗിന്റെ ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞാൽ, അതായത് മനുഷ്യന് മനസ്സിലായി ട്രഡീഷണൽ കമ്പ്യൂട്ടിങ്ങും അങ്ങനത്തെ സാധനങ്ങൾ വെച്ച് നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റൂല. അതായത് സൈക്കിൾ ചവിട്ടുന്ന പഠിച്ചു, വേറെ സൈക്കിൾ വന്നാൽ എന്ത് ചെയ്യും, പുതിയൊരു സാധനം വന്നാൽ എന്ത് ചെയ്യും, അതിന് പഠിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു സാധനമാണ് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഇന്നലെ ഡിറ്റക്ഷൻ, നമ്മൾ ബോൾട്ടിന്റെ കാര്യം നോക്കിയല്ലോ. നമ്മൾ ബോൾട്ട് എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം എന്നുള്ള ഒരു സാധനം നമ്മൾ നോക്കിയായിരുന്നു.
അപ്പം ബോൾട്ടിന്റെ കാര്യത്തിൽ നോക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ കുറേ ഇമേജസ് കൊടുക്കും. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് സൂപ്പർവൈസ്ഡ് ലേണിംഗിലാണെങ്കിൽ കുറേ ഫോട്ടോസ് കൊടുക്കും ബോൾട്ടിന്റെ. എന്നിട്ട് ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. അത് ചിലപ്പോൾ പറയാൻ പോകുന്നത് ഇത് ബോൾട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഇത് ഡാമേജ്ഡ് ബോൾട്ട് ആയിരിക്കും. ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ. ഔട്ട്പുട്ട് എന്ന് പറയുന്നതിനാണ് നമ്മൾ ഈ ലേബൽ എന്നൊക്കെ വിളിക്കുന്നത്. ലേബൽസ്, ആ ക്ലാസിഫിക്കേഷൻ സാധനങ്ങൾ ഇതുണ്ട്. 3 ടൈപ്പ് ലേണിംഗ് ഉണ്ട്. സൂപ്പർവൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ എന്താണ് താഴെ കാണിക്കുന്നത്. റിഗ്രഷന്റെ ജോലിയുണ്ടോ, റിസ്ക് അസസ് ചെയ്യുക, സ്കോർ പ്രിഡിക്ട് ചെയ്യുക. നമ്മുടെ ഇവിടുത്തെ കേസിൽ എന്താണ് ഇവന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ മാൻ കറക്റ്റ് ആയിട്ട് ആ ഇൻപുട്ട് നമ്മുടെ ഒരു ആൾ കൊടുത്തു, ആ പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ മെയിൻ സാധനം. ഇപ്പൊ ക്ലാസിഫിക്കേഷന്റെ എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രോഡ് ഡിറ്റക്ഷൻ ഉണ്ട്, ഇമെയിൽ സ്പാം ഡിറ്റക്ഷൻ ഉണ്ട്, ഡയഗ്നോസ്റ്റിക്സ് ഉണ്ട്, ഇമേജ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ പ്രോബ്ലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇമേജ് ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ അന്നേരത്ത് നമ്മളൊരു കമ്പണന്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അപ്പം ലേബൽ നമ്മളിപ്പോ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്താണെന്ന് മനസ്സിലായി. അപ്പം അടുത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയും. അതാണ് അതിലുള്ളത്. അപ്പൊ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടാസ്ക് എപ്പോഴും കമ്പ്യൂട്ടർ പഠിക്കുന്നത് ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വെച്ചിട്ടാണ് പഠിക്കുന്നത്. അതായത് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഇൻപുട്ട് എക്സാമ്പിൾസിനെ ക്ലസ്റ്റർ ചെയ്യും. അത് പറയുകയാണെങ്കിൽ നമ്മളിപ്പം മില്യൺസ് ഓഫ് ഇമേജസ് ഓഫ് ബോൾട്ടിന്റെ മില്യൺസ് ഓഫ് ഇമേജസ് നമ്മൾ കൊടുക്കും. കൊടുത്തതിന് ശേഷം കമ്പ്യൂട്ടറിന് ആ ഒരു സിമിലർ ആയിട്ടുള്ള ക്ലസ്റ്ററിനെ ഐഡന്റിഫൈ ചെയ്യുക. നമ്മൾ സിംപ്ലി കാറ്റ്സിനെയാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ചേഞ്ച് ടു ബോൾട്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു സാധനം. പിന്നെ ഈ പറയുന്ന റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആണ്. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഒരുപാട് ഡേറ്റയും ഒരുപാട് കാര്യങ്ങളും ഉള്ളപ്പം ഏജന്റ് എന്ന് പറഞ്ഞ ഒരു കമ്പ്യൂട്ടർ ഏജന്റിന് കൈൻഡ് ഓഫ് എ മോട്ടിവേഷൻ ടു ഡു റൈറ്റ്. കമ്പ്യൂട്ടറിന് എന്താണ് മോട്ടിവേഷൻ? നിങ്ങൾ തന്നെ പറയും. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ മോട്ടിവേഷൻ ഇല്ലെങ്കിൽ എന്താണ്? അപ്പം കമ്പ്യൂട്ടറിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന സാധനമാണ് ഈ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ അതിന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നല്ല നല്ല ഔട്ട്പുട്ട്സ് കിട്ടും. അപ്പം എത്ര നന്നായിട്ട് നിങ്ങൾ ഈ കോമ്പിനേഷൻസും ഈ പറയുന്ന റൂൾസും ഡിഫൈൻ ചെയ്യാൻ, ഞാൻ ഈ റൂൾസിനെ പറ്റി ഇതൊന്നും നിങ്ങൾക്ക് ബേസിക് തരുന്നത് നമ്മൾ ഇനി അങ്ങോട്ട് നമ്മൾ ഈ ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ നിങ്ങൾക്ക് മനസ്സിലാവണം. ഏത് പോയിന്റിൽ നിന്നാണ് ട്രാൻസ്ഫോമർ തുടങ്ങുന്നത്, ആ പോയിന്റിൽ ട്രാൻസ്ഫോമറിനെ കട്ട് ചെയ്തിട്ട് നമ്മളൊരു സിംബോളിക് എയോ നമ്മളൊരു സെപ്പറേറ്റ് സാധനം നമ്മൾ ചെയ്യും. അതാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. അപ്പൊ എന്റെ കയ്യിൽ ഒരു സ്ലൈഡ്, നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് എന്റെ കയ്യിൽ ഒരു സ്ലൈഡ് ഉണ്ട്. ഞാൻ അതൊന്ന് പ്ലേ ചെയ്യാം. ഒരു സെക്കൻഡ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ല, ഓക്കെ ആണ്. കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? എല്ലാരും ഒന്ന് ആക്റ്റീവ് ആവൂ. Guys, make it a discussion. Then only it will be fun. ബാക്കിയുള്ളവരെ ചോദിക്കൂ കേട്ടോ. ഫോർ മീ പ്ലസ് ഓക്കെ. പക്ഷേ ഇതിനെപ്പറ്റി ഞാൻ പഠിച്ചതുകൊണ്ടാണ് എനിക്ക് ഓക്കെ അത്. ഇനി ബിഗിനേഴ്സ് ചെയ്യാം. കുഴപ്പമില്ല ചേട്ടാ, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഞാൻ ഒരു കാര്യം എടുക്കാം. ഒരു സെക്കൻഡ്. നിങ്ങൾക്ക് ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. എന്റെ ഏറ്റവും വലിയ കുഴപ്പം, ഞാൻ വർഷങ്ങളായിട്ട് മാക്കാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാൻ ലിനക്സിൽ i3 ആണ് ഏറ്റവും കൂടുതൽ വിൻഡോ മാനേജറായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഈ സാധനം മാറുമ്പോൾ, ഈ വിൻഡോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. ഞാനിപ്പോ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ് എവിടെയാണ് നമ്മുടെ സ്ക്രീൻ ഷെയറിന്റെ വിൻഡോ എവിടെയാണ്. ഒരു സെക്കൻഡ്. Oh my god, where is it?
ഹലോ 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 ഗൈസ്, കേൾക്കാമോ? കേൾക്കാം കേൾക്കാം ചേട്ടാ. കേൾക്കാം. ഞാൻ ആ വിൻഡോ തപ്പിക്കൊണ്ടിരിക്കുക. എവിടെയാണ് എനിക്ക് 3 മോണിറ്റർ ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം എവിടെയെങ്കിലും ഒക്കെ പോകും എടുത്ത് കണക്ട് ചെയ്യുമ്പോൾ. ഇത് ഏത് സ്ക്രീനിലാണ് തപ്പിക്കൊണ്ടിരിക്കുക? അയ്യോ, വാട്ട്? കിട്ടി. ഇത് ഞാൻ ഇവിടെ ചില ചില സമയത്ത് ഞാൻ ഈ കോർപ്പറേറ്റ് ട്രെയിനിങ്സ് കൊടുക്കാറുണ്ട്. ഈ ഇൻഫോസിസ്, UST, അതിനുവേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പം നമ്മൾ 10 വർഷം മുമ്പ് ഇറ്റ് വാസ് വെരി ഹാർഡ് ഫോർ മീ. കോഡ് എഴുതണമെങ്കിൽ ഭയങ്കര പാടാണ്. ബുക്സ് വായിച്ച് പഠിച്ച് ഞങ്ങളുടെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഗീക്ക് സ്കൂളിൽ പഠിച്ച സമയത്ത്, പ്രോഗ്രാമിംഗ് പഠിക്കുന്ന സമയത്ത്, ഗീക്ക് സ്കൂളിന് മുമ്പ് വരെ ഞാനൊരു അവിടെ നിന്നും ഇവിടെ നിന്നും ഇന്റർനെറ്റിൽ നിന്നൊക്കെ പഠിച്ച് ഈ നേരത്തെ നമ്മൾ മെഷീൻ ലേണിംഗിൽ സൈക്കിള് ചവിട്ടാൻ പഠിക്കുന്ന പോലെ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറെ സാധനങ്ങൾ പഠിച്ചു. ഒന്നും സ്ട്രക്ചേർഡ് അല്ലായിരുന്നു. അപ്പൊ ഗീക്ക് സ്കൂളിലെ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, ആദ്യം നമുക്ക് ഹാക്കർ റാങ്കിലെ പ്രോബ്ലംസ് വരും. ഇപ്പൊ നിങ്ങൾക്ക് ഹാക്കർ റാങ്കിലെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിൾ ആയിരിക്കും ചെയ്യാൻ, ടൂൾസ് ഒക്കെ ഉള്ളതുകൊണ്ട്. അന്ന് സൊല്യൂഷൻസ് ഒന്നും കുറവാണ്. അത് യു ഹാവ് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം സോൾവിങ് പ്രോബ്ലംസ്. അപ്പം ഗീക്ക് സ്കൂളിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഹാക്കർ റാങ്കിനകത്ത് റാങ്ക് 15K അകത്തായിരിക്കണം. അവിടെ ചെല്ലുമ്പോൾ ഒരു 10 താഴെയാക്കും. പിന്നെ നമ്മുടെ പാത്ത്, ഏത് ലാംഗ്വേജ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അന്ന് ജാവാസ്ക്രിപ്റ്റ് ഒക്കെ ഞാൻ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിരുന്നു. ജാവാസ്ക്രിപ്റ്റ് എപ്പോഴും അന്നും ഇന്നും അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗം ഉണ്ടെങ്കിലും, നമ്മൾ വെബ് പേജസ് ഉണ്ടാക്കുമെങ്കിലും സർവർ ഉണ്ടാക്കുമെങ്കിലും എല്ലാവരും കളിയാക്കുന്ന ഒരു സാധനം, ഇറ്റ്സ് എ കോമഡി സ്റ്റഫ്. അതിലെല്ലാ സാധനവും ചെയ്യാൻ പറ്റും. അതിന് ഫങ്ഷണൽ പ്രോഗ്രാമിംഗും ചെയ്യാൻ പറ്റും. അതിനകത്ത് ക്ലാസ് ബേസ്ഡ്, ക്ലാസ് വെച്ച് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗും ചെയ്യാൻ പറ്റും. എല്ലാ സാധനവും വർക്ക് ചെയ്യും. അവന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ, ചില സമയത്ത് ഈ ES6 അല്ലെങ്കിൽ ടൈപ്പ് സ്ക്രിപ്റ്റ് വരുന്നതിന് മുമ്പ് നിങ്ങളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, ഫംഗ്ഷനകത്തൊരു എറർ ഉണ്ട്. സോഫ്റ്റ്വെയർ ഡിപ്ലോയ് ചെയ്ത്, പ്രോഡക്റ്റ് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എറർ ഉണ്ടെങ്കിൽ ഇവൻ അങ്ങ് റൺ ചെയ്യും കണ്ണു അടച്ച്. ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ പ്രോഗ്രാം പൊട്ടുള്ളൂ. അപ്പൊ അത് ടൈപ്പ് സ്ക്രിപ്റ്റ് വന്നതിന് ശേഷം ശരിയായത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഗീക്ക് സ്കൂളിൽ ജാവാസ്ക്രിപ്റ്റ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പഠിക്കുന്നത് സ്റ്റാൻഡേർഡ് പ്രോബ്ലം ആണ്. ഇപ്പം നമ്മൾ ഈ എയുടെ ഈ ഒരു നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്ക് നമ്മൾ സോൾവ് ചെയ്യാൻ പഠിക്കുന്നത് പോലെ, അന്ന് ബേസിക് ആയിട്ട് തന്നുകൊണ്ടിരുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എന്താ പറയണ്ട, ജേസൺ പാഴ്സർ ഉണ്ടാക്കുക എന്ന് പറയാം. എല്ലാവർക്കും ജേസൺ എന്താന്ന് അറിയില്ലേ? ജേസോൺ ക്ലിയർ അല്ലേ? നമ്മുടെ സെർവറിൽ നിന്ന് ഒരു ഫോമാറ്റ് ഉണ്ട്. ആ ഫോമാറ്റിൽ സ്ട്രക്ചർ ചെയ്ത് ഫ്രണ്ടിലോട്ട് അയക്കും. അപ്പൊ ഫ്രണ്ട് എൻഡിൽ നിങ്ങളൊരു വെബ് പേജ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ സ്ട്രക്ചറിന് ഓരോ വാരിയബിൾ ആയിട്ട് റീഡ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ഒരു രീതി. അപ്പോ ജേസന്റെ ഒരു പാഴ്സർ ഉണ്ടാക്കണം. നിങ്ങൾ സ്ട്രിങ് ആയിട്ട് ജേസൺ കൊടുക്കും. വാലിഡ് ജേസൺ കൊടുക്കുമ്പോൾ ഈ സാധനം പ്രോപ്പറായിട്ട് ഒബ്ജക്റ്റ് ആയിട്ട് തിരിച്ച് പ്രിന്റ് ചെയ്യണം. അപ്പൊ ജേസന് മൾട്ടിപ്പിൾ ടൈപ്സ് ഉണ്ട്. സ്ട്രിങ് ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിലും ഏതാണെങ്കിലും അതുണ്ടാക്കണം. അപ്പൊ അത് ഫസ്റ്റ് പ്രോബ്ലം ആണ്. സെക്കൻഡ് പ്രോബ്ലം, വി ഹാവ് ടു ബിൽഡ് ആൻ ഇന്റർപ്രറ്റർ. ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് അത് ലിസ്പ് ഇന്റർപ്രറ്റർ ആണ്. ലിസ്പ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. ഹൗ മെനി ഓഫ് യു ഫെമിലിയർ വിത്ത് ലിസ്പ്? Emacs ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എനിബഡി? കുറച്ചൊരു ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു പഴയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. മോസ്റ്റ് പീപ്പിൾ ലൈക്ക് ഇറ്റ്. അത് ഭയങ്കര പ്യുവർ ആയിട്ടാണ് അതിൽ കോഡ് ചെയ്യുന്നത്. അതായത് ഒരു എൻഡിക്യൂട്ടി ഡേറ്റ കയറ്റി വിടും. ഓരോ ഫംഗ്ഷൻ ബൈ ഫംഗ്ഷൻ പോയി എൻഡി. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ലാംഗ്വേജ്. അപ്പം നിങ്ങളുടെ ജോലി, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ലാംഗ്വേജ് ആണെങ്കിലും അതിനകത്ത് ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ, ഞാനൊരു ഫാക്ടോറിയൽ ഫംഗ്ഷൻ ആ ഇന്റർപ്രറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് റൺ ചെയ്യണം. ട്യൂറിംഗ് കംപ്ലീറ്റ് ഒന്നും വേണ്ട, ബേസിക് ഫംഗ്ഷനാലിറ്റി മതി. അപ്പൊ അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ഇന്റർപ്രറ്റർ ചെയ്യാൻ പഠിച്ചാൽ നിങ്ങൾ ഓപ്പറേഷൻസിന് വേണ്ടി നിങ്ങൾ കണ്ടീഷൻ എഴുതേണ്ടി വരും. ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ ഇത് സംഭവിക്കണം, അല്ലെങ്കിൽ പ്ലസ് വന്നാൽ ഇത് സംഭവിക്കണം, അങ്ങനെയൊക്കെ ഉള്ള കുറെ ഫംഗ്ഷൻസ് എഴുതേണ്ടി വരും. അതാണ്.
അപ്പൊ ഞാൻ ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ഫസ്റ്റ് സെറ്റ് ചെയ്യാം നമ്മുടെ ഈ കോഡിങ്ങിന്റെ ഇത് അതായത് ഈ 1936 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാസയും ബാക്കി എല്ലാ സാധനങ്ങളും ഈ സ്പേസിലോട്ട് ആ സമയത്ത് സ്പേസ് പ്രോഗ്രാംസ് ഒക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു വേൾഡ് വൈഡ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അന്നത്തെ സമയത്ത് ആളുകളെല്ലാം കൂടുതലും ഇവരെ ഹ്യൂമൻ കമ്പ്യൂട്ടേഴ്സ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്, ദിസ് ഗ്രൂപ്പ് ഓഫ് ലേഡീസ്. ആൻഡ് ആസ്ട്രോനോട്ട്സ് ആ ഒരു സമയത്ത് സ്പേസ് സാധനങ്ങൾ ചെയ്യണമെങ്കിൽ ഇവർ പറയാതെ പോകില്ല. ദേ ഡോണ്ട് ട്രസ്റ്റ് കമ്പ്യൂട്ടേഴ്സ്. അന്ന് കമ്പ്യൂട്ടറിന് ഒരു വിശ്വാസമില്ല ആളുകൾക്ക്. ഇന്നും എനിക്ക് തോന്നുന്നില്ല കമ്പ്യൂട്ടറിന് വലിയ വിശ്വാസം ഉണ്ടെന്ന്, കാരണം അത് കൊടുക്കുന്ന അനുസരിച്ചാണല്ലോ ഔട്ട്പുട്ട് നമുക്ക് എപ്പോഴും തരുന്നത്. അതിന്റെ രീതി അങ്ങനെയാണല്ലോ. അപ്പോ അന്നത്തെ കാലത്ത് ഹ്യൂമൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരുന്നു. അപ്പം നാസ എന്ത് സാധനം ലോഞ്ച് ചെയ്താലും ഇവരെയാണ് ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കമ്പ്യൂട്ടറിനെ ഒരിക്കലും വിശ്വസിക്കൂല. ദിസ് ലേഡീസ് യൂസ് ടു ഡു ദ മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ ഫോർ ദോസ് കൈൻഡ്സ് ഓഫ് തിങ്സ്. അപ്പൊ അതിനുശേഷം 1950 യു ഗൈസ് മൈറ്റ് ബി അവെയർ ഓഫ് ദിസ് ഗൈ അലൻ ട്യൂറിംഗ്. മൂവീസ് ഒക്കെ ഉണ്ട്, അടിപൊളി മൂവീസ് ഉണ്ട് അലൻ ട്യൂറിംഗിന്റെ. വി നോ ഹിസ് ഡിസ്കവറി. പുള്ളിയാണ് ആദ്യം ചോദിച്ചത് മെഷീൻസിന് തിങ്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇത് ഒരു അമേസിംഗ് മൂവി ഉണ്ട്. ഹൗ ഹി ഈസ് ട്രൈങ് ടു ലോജിക് ഗേറ്റ്സും നമ്മൾ ഈ പറയുന്ന ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ഫോം പുള്ളി. യെസ്, കറക്റ്റ്, ഇമിറ്റേഷൻ ഗെയിം. ഞാൻ മറന്നുപോയി. അതെ, ഇമിറ്റേഷൻ ഗെയിം എന്ന് പറഞ്ഞൊരു സാധനം. അതില് പുള്ളിയാണ് ചോദിച്ചത് ക്യാൻ മെഷീൻസ് തിങ്ക്. നിങ്ങളൊന്ന് ആലോചിക്കണം. ഞാൻ ഈ കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഇപ്പം ബിഗ് ഓഫീസസിൽ, ബിഗ് കമ്പനീസിൽ വെൻ ഐ എം ഗിവിംഗ് ദം ടോക്ക്, അപ്പൊ അവര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, അത് നമ്മള് നിങ്ങൾക്ക് മേ ബി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, കോഡേഴ്സ് ഒബ്സലീറ്റ് ആവുമോ, അല്ലെങ്കിൽ നമ്മുടെ ജോബ് പോവോ? അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു സാധനം എപ്പോഴും ഉണ്ടാവും. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ 1950 ഉള്ളൊരു ചോദ്യമാണ്. ജോലി മെഷീൻ വന്ന് ജോലി പോകുമെന്നുള്ളത്. പക്ഷെ റെസ്പോൺസിബിലിറ്റി 1950 ഇതുപോലത്തെ ഒരു ഹ്യൂജ് മെഷീനാണ് പുള്ളി ഉണ്ടാക്കിയത് ഈ ഒരു കാര്യത്തിന്. ഇപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ലോജിക് ഗേറ്റ് ഉണ്ടാക്കാൻ എത്ര സമയം വേണം AI വെച്ചിട്ട്? ദിസ് ഇസ് നോട്ട് അബൌട്ട് പ്രോബ്ലം സോൾവിങ് എളുപ്പമാകുന്നു എന്ന് വിചാരിച്ചിട്ട് പ്രോബ്ലംസ് ആർ നോട്ട് റെഡ്യൂസിങ്, മോർ പ്രോബ്ലംസ് ആർ ക്രിയേറ്റിംഗ്, റൈറ്റ്? വി ഹാവ് ലൈക്ക് n നമ്പർ ഓഫ് പ്രോബ്ലംസ് ഔട്ട്സൈഡ്. പണ്ട് അന്ന് 10 വർഷം ഒരു ഇയേഴ്സ് ബാക്ക് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു ഒരു പാഴ്സർ ഉണ്ടാക്കാൻ. പാഴ്സർ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ടെക്സ്റ്റിനെ സ്ട്രക്ചേർഡ് എക്സ്ട്രാക്ട് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് എക്സ്ട്രാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ ഉള്ളത്? റാഗോ എങ്ങനെയാണ് ഡേറ്റ കൊടുത്തിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് ഓപ്പൺ ആക്കിയൊക്കെ സ്ട്രക്ചേർഡ് ഔട്ട്പുട്ട് ഇല്ലേ? JSON മാത്രമല്ല എന്ത് സാധനത്തിനും ചെയ്യാൻ പറ്റും. അപ്പൊ അത്ര ഈസി ആയിട്ട് ചെയ്യാനുള്ള ടൂൾസ് നമുക്കിപ്പോ ഉണ്ട്. അപ്പം ഈ ഒരു പുള്ളിയാണ് ഈ സാധനം തുടങ്ങി വെച്ചത് 1950 ആ ഒരു ടൈമിൽ. അതിനുശേഷമാണ് ഈ 1970 to 90 എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് ഒരു വേണമെങ്കിൽ ദിസ് വാസ് റിയലി കോൾഡ്. വി ക്യാൻ കോൾ ഇറ്റ് ലൈക്ക് എൻ AI വിന്റർ. അപ്പൊ ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് കോഡ് ജനറേറ്റിംഗ് സിസ്റ്റംസ് വന്നു തുടങ്ങി. അപ്പം സാഗിൾസിന്റെ പ്രോഗ്രാം, അതായത് സിംബോളിക് ഓട്ടോമാറ്റിക് ഇന്റഗ്രേറ്റർ. ഞാൻ അതാണ് ഈ സിംബോളിക് AI ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതാണ് ഒരു ഫ്യൂച്ചർ എന്നൊക്കെ ഞാൻ ചുമ്മാ സംസാരിക്കാറുണ്ട്. എന്റെ ഇൻഡ്യൂഷൻ മാത്രമല്ല, ഞാൻ കുറച്ച് നാളായിട്ട് റിസർച്ച് ചെയ്യുന്നുണ്ട് ബെറ്റർ സിസ്റ്റംസ്. GPT-1 ഇറങ്ങിയപ്പം കോഡെക്സ് ഒക്കെ വെച്ചിട്ട് ഐ വാസ് ട്രൈങ് ടു ബിൽഡ് എ സിസ്റ്റം. ആ ഒരു സമയത്ത് വെബ് ഡെവലപ്മെന്റ് ഒക്കെ പീക്ക് ആയിരുന്നു. വെബ് ഡെവലപ്മെന്റ് ആയിരുന്നു ഈ ഫ്രെയിംവർക്ക് വാഷ്, ആംഗുലർ, റിയാക്ട്, അല്ലെങ്കിൽ സ്വെൽറ്റ്, ഒരുപാട് സാധനങ്ങൾ അപ്പൊ ഇറങ്ങി. അപ്പം എന്റെ ജോലി എന്ന് പറഞ്ഞാൽ ടെയിൽവിൻഡിന്റെ കോഡ് ഉണ്ട് എന്റെ കയ്യിൽ. ടെയിൽവിൻ CSS യൂട്ടിലിറ്റി വന്നപ്പം വെബ് ഡെവലപ്മെന്റ് എളുപ്പമായി. ഞാൻ എന്നാ ഒരു കാര്യം ചെയ്യാം, കോഡക്സിനെ എടുത്ത് പഠിപ്പിക്കാം. അത് ആംഗുലറിന്റെ ഈ ഓപ്പൺ AI ഒക്കെ ഫസ്റ്റ് വർഷം 2020 എന്ന് തോന്നുന്നു, 20 or 21 ആ ടൈമിലാണ് ഇവര് ഫസ്റ്റ് വെർഷൻ റിലീസ് ചെയ്തത്. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു, കണ്ടോ പുതിയ സാധനം വന്നിട്ടുണ്ട് GPT, ഇത് വെച്ചിട്ട് നമുക്ക് ഈ കോഡെല്ലാം കൂടെ എടുത്ത് ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ നമുക്കിത് ചെയ്യാം. അപ്പൊ എന്റെ അടുത്ത് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞത് അതൊന്നും ഇപ്പോഴൊന്നും നടക്കാൻ പോകുന്നില്ല, അത് GPT-5 എങ്കിലും ആവണം, എന്നാലും പരിപാടി നടക്കുള്ളൂ, അല്ലാതെ ഇത്രയും നേരത്തെ ഒന്നും ഇത് ചെയ്യാൻ പറ്റൂല. ഞാനും ട്രൈ ചെയ്ത് നോക്കി. ഇറ്റ് വാസ് വെരി ഹാർഡ്. ടൂൾസ് കുറവായിരുന്നു ആ സമയത്ത് ഇമാതിരി സാധനങ്ങൾ ചെയ്തു നോക്കാൻ. അന്നേ ഞങ്ങൾ ഈ ട്രാൻസ്ഫോമേഴ്സ് സാധനങ്ങളൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം അത് നമുക്ക് വലിയ വിശ്വാസമില്ലായിരുന്നു ഈ സാധനം വർക്ക് ചെയ്യുന്നു. അത് ഓപ്പൺ ആക്കി തന്നെ അറിഞ്ഞൂടത് എങ്ങനെ വർക്ക് ചെയ്യുന്നു. ആർക്കും ഒരു വിശ്വാസമില്ലായിരുന്നു ഈ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരു സാധനം വർക്ക് ചെയ്യുന്നു. അപ്പം ഫസ്റ്റ് കോഡ് ജനറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഇങ്ങനത്തെ ഒരു അടിപൊളി സാധനം. അപ്പൊ ഇതിനകത്ത് ലിസ്പാണ് ഇതായിട്ട് തരുന്നത്. അപ്പം ഇത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്, അതായത് ഇതിന്റെ ടൈം കണ്ടോ, അതായത് അതായത് സ്റ്റുഡന്റ് ടൈം. അന്നത്തെ കാലഘട്ടത്തുള്ള കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് കാണാം IBM 7090 എന്ന് പറഞ്ഞ സാധനം 32K വേർഡ് 32 ബിറ്റ്സ് പെർ വേർഡ് ആണ്. ഇപ്പൊ നിങ്ങളുടെ LLMസും ഇതൊക്കെ എത്ര വേർഡ്സാ ജനറേറ്റ് ചെയ്യുന്നത് സെക്കൻഡില്? ഹൗ ഫാസ്റ്റ് ദീസ് കൈൻഡ്സ് ഓഫ് സിസ്റ്റംസ് ആർ. അപ്പം ഇതാണ് നമ്മുടെ അന്നുള്ള പ്രോഗ്രാമേഴ്സിന് 1970 അവർക്കൊരു 61 ഇങ്ങനത്തെ സിസ്റ്റംസ് ആണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂമൻ ക്രാഫ്റ്റഡ് റൂൾസ് ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾ പഠിക്കുന്ന കാൽക്കുലസ് പ്രോബ്ലം ഒക്കെ ഫസ്റ്റ് ഈ സാധനം വെച്ചാണ് ഫസ്റ്റ് സോൾവ് ചെയ്തത്. അപ്പൊ അത് റൂൾസ് വെച്ചാണ് സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ആ ഒരു ടൈമില് ഒരു ഫസ്റ്റ് എന്താ പറയണ്ട, ദിസ് വാസ് സംതിങ് അമേസിങ്. ആ ഒരു കാലഘട്ടത്തിൽ ഇത് കാണുന്ന പറഞ്ഞാൽ ഇറ്റ്സ് ഗ്രേറ്റ്, റൈറ്റ്? പതുക്കെ 1970, 90 ആയപ്പോഴത്തേക്ക് ഈ തിങ്കിങ് മെഷീൻസ് എന്നൊക്കെ പറഞ്ഞ് ഹൈപ്പ് സ്റ്റാർട്ടഡ്. ഇറ്റ്സ് അമേസിങ്, റൈറ്റ്? നമ്മളെ പോലത്തെ പ്രോഗ്രാമേഴ്സ് ആ ഒരു ടൈമിൽ ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ ഒരു സാധനം ഫസ്റ്റ് കാണും. നമ്മളിപ്പം ഓപ്പൺ എയുടെ ChatGPT കണ്ട പോലെ ഇങ്ങനത്തെ ഒരു ഫസ്റ്റ് ജനറേറ്റിംഗ് കോഡിംഗ് സിസ്റ്റം കണ്ടപ്പം എവ്രിബഡി ഗോട്ട് ലൈക്ക് വാവ്, അമേസിങ്. നമ്മളിപ്പം കോഡ് അസിസ്റ്റ് ചാറ്റിന് സപ്പോർട്ട് എന്ന് പറയുന്ന പോലെ അന്നത്തെ പ്രോഗ്രാമേഴ്സിന് ഇങ്ങനെ ഒരു ടൂള് വന്നു കഴിഞ്ഞാൽ കൊള്ളാമല്ലോ. അപ്പൊ അവർ അന്നേ പറയാണ്, അതായത് അത് റീപ്ലേസ്മെന്റ് അല്ല, ഇതൊരു ടൂളാണ്, എക്സ്പേർട്സിനുള്ള ടൂൾസ് ആയിട്ടാണ് അതിനെ കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് ചെയ്യാൻ ദേ കൺസിഡർ പീപ്പിൾ ലൈക്ക് എക്സ്പേർട്സ് ആ ഒരു കാലഘട്ടത്തിൽ. പിന്നെയാണ് ഈ ഐറ്റം വന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ ഫേസ് ചെയ്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഓവർ പ്രോമിസ്. നമ്മുടെ മിഡിൽ ന്യൂറോൺ ഹിഡൻ നെറ്റ്വർക്ക്, അവൻ ഈ റൂളൊക്കെ ബേസ് ചെയ്താണ് ഈ സാധനം ഹിറ്റ് ആൻഡ് റണ്ണും ട്രയലൊക്കെ നടത്തി സാധനങ്ങൾ ചെയ്തു നോക്കുന്നത്. പക്ഷെ അതിൽ ഈ ഒരു അതായത് ഈ കോഡിങ്ങിനകത്ത് ടൂൾസ് ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. ഇപ്പൊ ഹ്യൂമൻസിന്റെ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് റീപ്ലേസ് ചെയ്യാനേ പറ്റില്ലായിരുന്നു. ഇപ്പം ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ മാത്രമല്ല എന്റെ ഫ്രണ്ട്സ്, മേ ബി യു ഗൈസ് മൈറ്റ് ബി വിചാരിച്ചിരുന്ന കാര്യം, AI വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്രിയേറ്റിവിറ്റി മാത്രമേ ഉണ്ടാവൂ എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ ക്രിയേറ്റിവിറ്റിയാണ് ഇപ്പൊ പോയത്. ഇതാണ് എല്ലാവരും ആ ഒരു സമയത്ത് വിശ്വസിച്ചിരുന്നത്. 90s വിശ്വസിച്ചിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി റീപ്ലേസ് ചെയ്യാൻ പറ്റൂല എന്നാണ് 90s വിശ്വസിച്ചിരുന്നത്. ഇപ്പോഴും ഇത് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഐ ഡോണ്ട് നോ വാട്ട് ദേ ആർ തിങ്കിങ്. ഫസ്റ്റ് പോയ സാധനം ക്രിയേറ്റിവിറ്റിയാണ്. എന്ത് സാധനം, ഇപ്പം ഐ ക്യാൻ ഡ്രോ പിക്ചേഴ്സ്. ഐ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് നോവൽസ്. ഞാൻ നോവൽസ് അല്ല, അതായത് സ്റ്റോറീസ് ഇൻ ലൈഫ് അടിപൊളിയായിട്ട് ബുക്സ് ആയിട്ട് എഴുതാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇമേജ് ജനറേറ്റ് ചെയ്ത് അതിനകത്ത് ആഡ് ചെയ്യാറുണ്ട്, മ്യൂസിക് ജനറേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങൾ എല്ലാവരും കാണുന്ന വേറൊരു ഐറ്റം ഉണ്ടല്ലോ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം, അത് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം, ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേ, എന്റെ ഫാദറിന്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പൊ മറ്റേ ന്യൂസിനകത്ത് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, ആളുടെ പേരും ഡീറ്റെയിൽസും പറഞ്ഞിട്ട്. എല്ലാവരും കളിയാക്കുന്ന അമൽ എന്ന് പറയുന്ന ഒരു നെയിമാണ്. എനിക്ക് ഒരുപാട് എന്റെ ഫ്രണ്ട്സ് അയച്ചു തരാറുണ്ട്. അങ്ങനത്തെ സാധനങ്ങൾ ഇപ്പൊ ഒരുപാട് ഓടുന്നുണ്ട്. മുഹമ്മദ് വാസ് ട്രൈങ് ടു സേ സംതിങ്. അല്ല, നല്ല റീഡ്മി ഫയലും ഉണ്ടാക്കാൻ പറ്റും, യൂസ്ഫുൾ റീഡ്മി ഫയൽ. കറക്റ്റ്. നമുക്ക് നല്ല റീഡ്മി ഫയൽസ് ഉണ്ടാക്കാൻ പറ്റും. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്ത് എളുപ്പമായി. ലേണിംഗ് എന്ന് പറയുന്നത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ്. അപ്പം ഇതാണ് ഈ AI വിന്ററിൽ 1970s 1990s. നിങ്ങൾ ഈ ഒരു ഇത് മനസ്സിലാക്കണം. ഈ ഒരു എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കഴിഞ്ഞ ഒരു 50 വർഷം അല്ലെങ്കിൽ ഒരു 100 വർഷം ഈ പ്രോഗ്രാമിങ്ങും ഇങ്ങനത്തെ മെഷീൻ ലേണിങ്ങും ഇങ്ങനത്തെ സിസ്റ്റംസും സ്റ്റാർട്ട് ചെയ്തു വന്നെന്നുള്ളത്. അപ്പം ഇതില് ഫസ്റ്റ് ബൂം എന്ന് പറഞ്ഞാൽ 1950-ലും 60-ലും ജനറൽ പ്രോബ്ലം സോൾവേഴ്സ്, ഇങ്ങനത്തെ സാധനം. അപ്പം ഞാനിത് ഈ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾ ആ ആർക്ക് പ്രൈസിന്റെ ഇനി 20 വർഷം കഴിഞ്ഞ് എന്താണെന്നുള്ളതും നമുക്ക് ഡിസ്കസ്. അപ്പൊ നമ്മൾ 1950 മുതലേ വരികയാണ്. അപ്പം ഹ്യൂറിസ്റ്റിക് സെർച്ച് ഉണ്ട്, ജനറൽ പ്രോബ്ലം, ഇങ്ങനത്തെ കുറച്ച് ഈ സാമ്പിൾസ് ചെക്കേഴ്സ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് അടിപൊളി സാധനമാണ് ആ ഒരു ടൈമില്. പിന്നെ അതിനുശേഷം AI വിന്റർ 60s, 10 വർഷം വലുതായിട്ടൊന്നും സംഭവിച്ചില്ല. പിന്നെ എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സാധനം വന്നു 80s-ലും 90s-ലും. അതൊരു സാധനം. ഈ എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ 1980s വന്നൊരു സാധനമാണ്. നമുക്ക് 50-ല് നമ്മുടെ ട്യൂറിംഗ് പ്രപ്പോസ് ചെയ്തു. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ജോൺ എം കാർത്തി ഈ ഒരു വേർഡ് കോയിൻ ചെയ്തു. 64-ലെ എലിസ എന്ന് പറഞ്ഞൊരു ചാറ്റ് ബോട്ട് ഉണ്ട്. ഞാൻ കിഡായിരുന്നപ്പോൾ ഐ യൂസ് ടു യൂസ് ദിസ്. എലിസ ഒരു ചാറ്റ് ബോട്ടാണ്. എനിക്കൊരു പഴയ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. ഇറ്റ്സ് Pentium 2 വിത്ത് 32 MB റാം, 2 GB ഹാർഡ് ഡിസ്ക്. ഇറ്റ്സ് എ വെരി സ്മോൾ വെരി ഓൾഡ് കമ്പ്യൂട്ടർ.
അപ്പൊ അതിനകത്ത് സംഹൗ ഐ ഗോട്ട് ദിസ് ആപ്ലിക്കേഷൻ, ഐ ഗോട്ട് ഇറ്റ് ഓൺ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കിട്ടിയത്. ബട്ട് ഐ ഹാഡ് എ ചാൻസ് ടു യൂസ് ദിസ് എലിസ. ഐ യൂസ് ടു ടോക്ക് ടു ദിസ് ചാറ്റ് ബോട്ട് ഇൻ ദ നൈറ്റ്. ഐ യൂസ് ടു ടോക്ക് ദിസ് ഇസ് ഇറ്റ്, ദിസ് ഇസ് ദാറ്റ്, ഇത് പറഞ്ഞാൽ. പക്ഷെ അതിനകത്ത് കുറെ റൂൾസും കുറെ ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് വർക്ക് ചെയ്യുമായിരുന്നു ഈ ഒരു ചാറ്റ് ബോട്ട്. ഇപ്പോഴത്തെ ചാറ്റ് ബോട്ട് പോലല്ല, ഇറ്റ് യൂസ് ടു വർക്ക്, ഇറ്റ് യൂസ് ടു ഗിവ് ഡീസൽ ഔട്ട്പുട്ട്. അപ്പം അതിനുശേഷം റൈസ് ഓഫ് എക്സ്പേർട്ട് സിസ്റ്റം വന്നതോടുകൂടി കുറച്ചും കൂടി അടിപൊളിയായി. അതായത് എക്സ്കോൺ എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട്. ഈ എക്സ്കോൺ ആക്ച്വലി ഈ കസ്റ്റമേഴ്സിന്റെ റെസിപ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റഡ് ബിൽസ്, അതായത് ടാസ്ക്, അത് ഹ്യൂമൻ ക്യൂറേറ്റഡ് കുറച്ച് നോളജ് വെച്ചിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു എക്സ്പേർട്ട് സിസ്റ്റമാണ്. അപ്പം എയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗ്മെന്റിങ് എന്നുള്ളൊരു സാധനം. ഇപ്പോഴും ഓഗ്മെന്റേഷൻ അല്ലേ നടക്കുന്നത്. ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് നിങ്ങൾ എല്ലാവരും എ എന്ന് പറഞ്ഞ മോസ്റ്റ് കോമൺ തിങ്. ചാറ്റ് GPT എടുത്ത് ചോദിച്ചാൽ അത് ട്രാൻസ്ഫോമറിന്റെ കോഡാണ് എഴുതുന്നത്. ഐ ഡോണ്ട് നോ വൈ. അപ്പം ഓഗ്മെന്റേഷൻ ആണ് അത് ചെയ്യുന്ന ഒരു സാധനം, അല്ലാതെ റീപ്ലേസിങ് ഹ്യൂമൻ എക്സ്പെർട്ടൈസ് അല്ല. ഒരിക്കലും ഹ്യൂമൻ എക്സ്പെർട്ടൈസിന് എക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്തെത്താൻ പറ്റും, അതിന്റെ മേളിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഹ്യൂമൻ എക്സ്പെർട്ടൈസ് ഇസ് സംതിങ് ഡിഫറെന്റ്. കാരണം നമുക്ക് മേ ബി അത്രയും കമ്പ്യൂട്ടേഷണൽ പവർ ഉള്ള സിസ്റ്റം വന്നാൽ മേ ബി ഐ ഡോണ്ട് നോ ഫ്യൂച്ചർ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം അതിനുശേഷം ഇങ്ങനത്തെ സിസ്റ്റം വന്നു തുടങ്ങി. ദിസ് ഈസ് ദ സ്റ്റാർട്ട്, ദിസ് ഈസ് ദ പ്രോപ്പർ സ്റ്റാർട്ട് ഓഫ് വാട്ട് എവർ വി ആർ ഡൂയിങ് റൈറ്റ് നൗ. ന്യൂറൽ നെറ്റ്വർക്ക്സും ഡീപ്പ് ലേണിംഗ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ വന്നു തുടങ്ങി. ഇതിൽ ആളുകൾക്ക് മനസ്സിലായി ഡേറ്റയാണ് കിങ്, റൂൾസ് അല്ല. നമ്മൾ ഇതുവരെ കണ്ട എല്ലാ സിസ്റ്റംസും റൂൾ ബേസ്ഡ് ആണ്, ക്യൂറേറ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻ നോളജ്. അപ്പം ഈ സാധനം നിങ്ങൾ ഓർത്ത് നോക്കും, ഇത് വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. ദിസ് ഇസ് നോട്ട് ബാഡ്. നമുക്ക് ട്രാൻസ്ഫോമർ വേണ്ട, നമുക്കൊരു എക്സ്പെർട്ട് സിസ്റ്റം ഉണ്ടാക്കിയാൽ പോരെ. ന്യൂറൽ നെറ്റ്വർക്ക് 2000 ഇതിലാവുന്നത്. ഇതിന് മുമ്പും കമ്പ്യൂട്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രൂവ് ചെയ്ത സാധനങ്ങളുണ്ട്. ഇപ്പൊ എഡ്ജിലാണെങ്കിലും എഡ്ജ് കമ്പ്യൂട്ടിങ്ങിലാണെങ്കിലും ഇപ്പൊ ഇമേജ് ഒരു കൗവിനെ ഡിറ്റക്ട് ചെയ്ത്, ഒരു പശുവിനെ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയാൽ പോരെ, ഒരു എക്സ്പെർട്ട് സിസ്റ്റം. അതായത് ഹ്യൂമൻ ക്യൂറേറ്റഡ് ആയിട്ടുള്ള നോളജും അതിനൊന്ന് ഓഗ്മെന്റ് ചെയ്താൽ പോരെ. നമുക്ക് ഇത് 2003 മുതലാണ് ഈ ഡേറ്റ ആണ് റൂൾസ് അല്ല എന്നുള്ളൊരു പോയിന്റ്. അതായത് സിംബോളിക് AI എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസിലോട്ട് എത്തിയത്. മെഷീൻ ലേണിംഗ് അപ്പം ഈ സമയത്താണ് നമ്മൾ ഈ കാണുന്ന ടൂൾസിന്റെ ഒക്കെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. കൂടെ വന്ന ഏത് വർഷമെന്ന് എനിക്ക് അറിയാം, ഞാൻ മറന്നുപോയി. പക്ഷെ എന്നാലും പൈടോർച്ചും ടെൻസർഫ്ലോയും കേറാസും ഇങ്ങനെയുള്ള ടൂൾസ് ഒക്കെ ഡെവലപ്പ് ചെയ്തു. നിങ്ങൾക്ക് കാര്യം അറിയോ, ഇതിന്റെ ഫസ്റ്റ് സാധനം കൈറ്റ് എന്ന് പറഞ്ഞൊരു ടൂള് 2014 വന്നായിരുന്നു. മെഷീൻ ലേണിംഗ് കോഡ് കംപ്ലീഷന് വേണ്ടി ഉപയോഗിച്ച സാധനമാണ്. പക്ഷെ വർക്ക് ചെയ്തില്ല. അതിൽ വേറെയും ടൂൾസ് ഒരുപാടുണ്ടായിരുന്നു. ഈ കൈറ്റ് എന്ന് പറയുന്ന കമ്പനി, അത് ഈ ടെക്നോളജിക്ക് മുമ്പ് സാധനങ്ങൾ വന്നാൽ ഒരു കുഴപ്പമുണ്ട്. ഇപ്പം മേ ബി നിങ്ങളാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ, ഞാനിത് ഒരുപാട് തവണ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സ്റ്റാർട്ടപ്പ് 2015 ഞാൻ കണ്ടൊരു സ്റ്റാർട്ടപ്പാണ്. they were very good. They wanted to build a system. ഡ്രസ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ഇമേജ് എടുത്തിട്ട് ഡ്രസ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡ്രസ്സ് ആഡ് ചെയ്ത് കൊടുത്ത് ആ ഡ്രസ്സ് ഇട്ടതുപോലെ കാണാം. അതിപ്പോ നമുക്ക് ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. dress.me എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിഷൽ, നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് അവരെല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട്. AI അഡ്വാൻസ്ഡ് ഉണ്ട്. ആ സിസ്റ്റം 2014-2015 ടൈമിൽ ഉണ്ടാക്കി. ഇവരുണ്ടാക്കി, ഈ കൈറ്റും ഉണ്ടാക്കി. അപ്പൊ ഇങ്ങനെ കുറെ കമ്പനീസ് ഒരു 10 വർഷം മുമ്പ് ഇതേ പരിപാടികളൊക്കെ കുറെ ചെയ്ത് കോഡ് കംപ്ലീഷൻ ചെയ്ത ടാപ്പ് 9 എന്ന് പറഞ്ഞൊരു സാധനം, അത് കുറെ കൂടെ ഓടി. പക്ഷെ എന്നാലും ഇവര് ലാസ്റ്റ് ഇട്ട സാധനം 22 ഇവർ ഇട്ടൊരു സാധനമാണ്. ഒന്ന് ആലോചിക്കും, ട്രാൻസ്ഫോമേഴ്സ് അല്ലെങ്കിൽ ഈ കോഡെക്സ് ഒക്കെ ഫസ്റ്റ് ഓപ്പൺ ഒക്കെ റിലീസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് അവർ പറയണം 2014 നമ്മൾ ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു, ഡെവലപ്പേഴ്സിനെ കോഡ് എഴുതാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ്. അവര് അത് സ്റ്റോപ്പ് ചെയ്തു. കാരണം ഇതിനെ സപ്പോർട്ട് ചെയ്തതിന് നന്നായി, താങ്ക് യു. എല്ലാവർക്കും, ഇൻവെസ്റ്റേഴ്സും എല്ലാവരും ഇത് ചെയ്തു. അതായത് അവർ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അവരൊരു നെക്സ്റ്റ് ജനറേഷൻ സിസ്റ്റം ഉണ്ടാക്കാൻ നോക്കി, എക്സ്പീരിയൻസ് ഫോർ ഡെവലപ്പേഴ്സ്. അവരുടെ ബിസിനസ് ഫെയിൽ ചെയ്തത് 2 രീതിയിലാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവർ അവർ വിഷൻ, അതായത് പ്രോഗ്രാമേഴ്സിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് അത് ടു ഏർലി ആയിരുന്നു ആ സിസ്റ്റം. എക്സ്പെർട്ട് സിസ്റ്റം നോക്ക്, ഇത് ടു ഏർലി ആണ്. ഇങ്ങനത്തെ സാധനങ്ങൾ 1970s 1980s ഉണ്ടായിരുന്നു. അന്ന് എഡ്ജ് കമ്പ്യൂട്ടിങ്ങും എഡ്ജ് ഡിവൈസസും ഉണ്ടായിരുന്നെങ്കിൽ ഇവരിതെടുത്ത് അന്നേ ഡിപ്ലോയ് ചെയ്ത് റെഡി ആക്കിയാണ്. ഇവിടെ പ്രശ്നം കണ്ടോ, അവരുടെ വിഷൻ ഏർലി ആയിപ്പോയി. പിന്നെ മോസ്റ്റ് അഡ്വാൻസ് അവര് ഈ പറഞ്ഞ മേ ബി അവർ യൂസ് ചെയ്ത ഈ എക്സ്പെർട്ട് സിസ്റ്റം ആയിരിക്കും അവർ ബിൽഡ് ചെയ്ത് വന്നത്. അതായത് ഗിറ്റ് ഹബിലുള്ള സാധനങ്ങളും കോപ്പൈലറ്റ് വന്ന് തകർത്ത് കളഞ്ഞു അവരുടെ കംപ്ലീറ്റ് ആയിട്ട്. കോപ്പൈലറ്റ് ട്രാൻസ്ഫോമറും ഇതും കൂടെ ആയിട്ട് ഒരു സ്റ്റേറ്റ് ഓഫ് ദ ആയിട്ട് സാധനം 10x ഇംപ്രൂവ്മെന്റ് ആണ് കൊണ്ടുവന്നത്. മെഷീൻ ലേണിംഗിന്റെ അഡോപ്ഷൻ, അതായത്
ഈ ഡേറ്റ നോട്ട് റൂൾസ് എന്നുള്ള സാധനം ഐഡന്റിഫൈ ചെയ്തതിൽ വന്ന ഇമ്പാക്ട് കണ്ടോ? ആ ഒരു ഇമ്പാക്ട് കറക്റ്റ് ടൂൾസ് റെഡി ആയ ഉടനെ 10x പ്രോഡക്ട്സ് വന്നു തുടങ്ങി. ഇപ്പം ഇഫ് യു വോണ്ട് ടു ബിൽഡ് എ കമ്പനി, നിങ്ങൾ ഫസ്റ്റ് വായിക്കേണ്ട ബുക്ക് എന്ന് പറഞ്ഞാൽ പീറ്റർ തിയലിന്റെ 0 to 1 എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. പീറ്റർ തിയലിന്റെ ഒരു സ്റ്റാർട്ടപ്പ് എങ്ങനെ റൺ ചെയ്യണം, അതിനകത്ത് കുറച്ച് നോട്ട്സും കാര്യങ്ങളും ഒക്കെയാണ് അബൌട്ട് ഹിസ്റ്ററി, ടീച്ചിങ് യു അബൌട്ട്. അത് എന്തായാലും എല്ലാവരും സ്വന്തമായിട്ടൊരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പോ ഫോം ചെയ്യണം എന്നുള്ള ആളുകൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. റീഡ് ദാറ്റ് ബുക്ക്, ഗോ ആൻഡ് റീഡ് ദ ബുക്ക്. ആ ബുക്കിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു കമ്പനി. അപ്പൊ അതില് ഈ .com ക്രാഷും ബബിളും ഇതൊക്കെ പറയുന്നുണ്ട്. ഇതുപോലത്തെ പ്രോബ്ലംസ് എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ സ്റ്റുഡൻസ് എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പം നിങ്ങളുടെ ജോലി ഇനി കോഡിങ്ങും എഡ്യൂക്കേഷൻ പഠിക്കുന്നത് മാത്രമല്ല, യു വിൽ ബി ബിൽഡിംഗ് യുവർ ഓൺ ബിസിനസ്, യു വിൽ ബി റണ്ണിങ് യുവർ ഓൺ കമ്പനി. അപ്പം ഇങ്ങനത്തെ മിസ്റ്റേക്സിൽ പോയി വീഴാതിരിക്കാൻ ഇങ്ങനത്തെ സാധനങ്ങൾ പഠിക്കുക. ഇത് നിങ്ങൾ എത്ര വലിയ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്താലും ഇങ്ങനെ ഒരു സാധനം ഒരാൾ, അപ്പം പീറ്റർ തിയലും പറയുന്നുണ്ട് 10x ബെറ്റർ ആയിട്ട് ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നോബഡി കാൻ ടച്ച് യു. ഞങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത്, ഇപ്പം ഞങ്ങളുടെ കമ്പനി വൈറ്റൽ വ്യൂ എന്ന് പറയുന്ന കമ്പനി കൂടുതലായിട്ട് ചെയ്യുന്നത് സ്പെക്ട്രൽ ഇമേജസ് അനലൈസ് ചെയ്യുന്നതാണ്. വിസിബിൾ ഇമേജസ് മുതൽ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഫുൾ കംപ്ലീറ്റ് സ്പെക്ട്രം ആണ്. അതിനകത്ത് എക്സ്റേ വരും, MRI വരും, ഹൈപ്പർ സ്പെക്ട്രൽ വരും, എല്ലാ സാധനങ്ങളും അനലൈസ് ചെയ്യുന്നതാണ്. വേൾഡിൽ ഒരുപാട് കമ്പനീസ് അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ടോപ്പിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ബിൽഡ് എ 10x പ്രോഡക്റ്റ്. ആരുടെയും കയ്യിലില്ലാത്ത ഇതുപോലെ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ബാക്കി എല്ലാം ഒറ്റയടിക്ക് കില്ല് ചെയ്യണം കംപ്ലീറ്റ് ആയിട്ട്. അപ്പൊ അതിന് ടെക്നോളജി, സ്ട്രോങ് ടെക്നിക്കൽ സപ്പോർട്ട് വേണം, അടിപൊളി പ്രൊപ്പറേറ്ററി ടെക് വേണം, സോഫ്റ്റ്വെയർ വേണം. അപ്പം 2010 വരെ നമ്മൾ പഠിച്ചു ഡേറ്റയാണ്. അപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈ 2000-ലെ ടെക്നോളജിയാണ് ഇപ്പൊ കാണുന്ന ട്രാൻസ്ഫോമറും. ഡേറ്റ, ഒരുപാട് ഡേറ്റ ക്യൂറേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഡേറ്റ വെച്ച് കുറച്ച് റൂൾസ് അതിനകത്തുണ്ട്. നിങ്ങൾ ഏത് മോഡൽ എടുത്താലും, അല്ലെങ്കിൽ മോഡൽ എന്ന് ഉദ്ദേശിക്കുന്നത് മോഡൽ .pth അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് മോഡലോ അല്ല. ഇറ്റ്സ് എ മെന്റൽ മോഡൽ ഓഫ് എ ന്യൂറൽ നെറ്റ്വർക്ക്. അതാണ് മോഡൽ എന്ന് വിളിക്കുന്നത്. എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. മേ ബി ദർ വിൽ ബി, എന്റെ ഡെഫിനേഷൻ ആണ്, മേ ബി ദർ വിൽ ബി മച്ച് ബെറ്റർ ഡെഫിനേഷൻ ഔട്ട്സൈഡ്. അപ്പം ഈ ഡേറ്റ റൂൾസ് അല്ല എന്നുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവിടെ 1970s റൂൾസ് ആണ്, ഇവിടെ റൂൾസ് ആണ് ചെയ്തുകൊണ്ടിരുന്ന സാധനം. ഇത് റൂൾസ് വെച്ച് 90s വർക്ക് ചെയ്തു, കാൽക്കുലസ് സോൾവ് ചെയ്തു. ഈ ഒരു സാധനം കാൽക്കുലസ് എന്ന് പറഞ്ഞ സ്പെസിഫിക് പ്രോബ്ലം 1961 അത് സോൾവ് ചെയ്തു. പിന്നെ ഇവിടെ എത്തിയപ്പം ഡേറ്റയാണ് റൂൾസ്. അപ്പം ഇതാണ് നമ്മുടെ സ്കെയിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. പീപ്പിൾ സ്റ്റാർട്ടഡ് അണ്ടർസ്റ്റാൻഡിങ് ഹൗ ടു സ്കെയിൽ സിസ്റ്റംസ്. എക്സ്പേർട്ട് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് പ്രോബ്ലം സോൾവ് ചെയ്യണം, ഒന്ന് ചെസ് സോൾവ് ചെയ്യണം. ഇപ്പൊ ഗാരി കാസ്പറോവ് 1970s-ലും 80s-ലും ഒരു ടെസ്റ്റ് നടത്തിയായിരുന്നു. ഇങ്ങനത്തെ എക്സ്പേർട്ട് സിസ്റ്റംസും കൂടെ കമ്പയർ ചെയ്തിട്ട് ഹ്യൂമൻസും കമ്പ്യൂട്ടറും കൂടി ഒരുമിച്ച് ചെസ് കളിച്ചപ്പം there were difference. Humans were able to perform better. അപ്പൊ അതല്ല എക്സ്പെർട്ട് സിസ്റ്റംസ് ആണ്. അപ്പൊ ഇതിന് ഈ ഒരു സാധനത്തിന് ഒരു സ്കെയിൽ ചെയ്ത് ഭയങ്കര ലാർജ് സ്കെയിലിൽ കൊണ്ടുപോകാൻ എത്തിച്ച ഒരു തോട്ട് പ്രോസസ് ആണ്. റൂൾസ് അല്ല, ഡേറ്റയാണ് കിങ് എന്ന് മനസ്സിലാക്കിയ ഒരു സാധനം. അതിനുശേഷം 2018 ആയ സമയത്തോടെ കോപൈലറ്റ്, ഓപ്പൺ എയുടെ GPT-2 വന്നു 18-ല്. ഈ ഒരു ടൈമിലാണ് നമ്മൾ ഈ സാധനങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയത്. നമ്മളൊക്കെ ഇത് GPT-2 വന്നപ്പോഴത്തേക്ക് ഇറ്റ് വാസ് അമേസിങ്. ഈ ഒരു സാധനമാണ് ഫസ്റ്റ് വന്നത്. അപ്പൊ ഇതിനകത്ത് വി ഡോണ്ട് നോ വാട്ട് ഈസ് ടോപ്പ് പി, വാട്ട് ഈസ് ടെമ്പറേച്ചർ. ഇപ്പൊ ടെമ്പറേച്ചർ 0 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഒരേ സാധനം തന്നെ കിട്ടും. ഇവൻ ഇത് ചെയ്യത്തില്ല. ഇങ്ങനൊരു സാധനം വന്ന് ഇറ്റ് വാസ് ഫൺ ഫസ്റ്റ് ടൈം. ഇത് കണ്ടപ്പം വി ഫെൽ ലൈക്ക് ഓ മൈ ഗോഡ്, ദിസ് ഇസ് അമേസിങ്. നമുക്കിനി ചെയ്യേണ്ട സാധനം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇതിനെ കോഡ് പഠിപ്പിക്കാൻ വി വർ ട്രൈങ് വെരി ഹാർഡ്. ഞാൻ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതിനെ ടെയിൽ വിൻഡ് വെച്ചിട്ട് ഫ്രണ്ട് എൻഡ് ജനറേറ്റ് ചെയ്തൊരു സിസ്റ്റം ഉണ്ടാക്കാൻ. പക്ഷെ അന്ന് ഞാൻ ആ സാധനം ഉണ്ടാക്കി ഡിപ്ലോയ് ചെയ്ത് റിലീസ് ചെയ്തിരുന്നെങ്കിൽ ദർ വിൽ ബി എ ലോട്ട് ഓഫ് പീപ്പിൾ യൂസിങ് ഇറ്റ്. പക്ഷെ ഇതുപോലെ കോപ്പൈലറ്റിനെ പോലെ ജനറിക് സൊല്യൂഷൻ അല്ല, സിമ്പിൾ തിങ്, ടെക്സ്റ്റ് കൊടുക്കുക, കോഡ് ജനറേറ്റ് ചെയ്ത് തരിക. ഇപ്പം നമ്മൾ കാണാൻ തുടങ്ങിയത് 1-2 വർഷം, 2018-ലാണ് ഈ സാധനം വന്നത്. അപ്പം ഈ ഫസ്റ്റ് ടൈം ഈ സാധനം കാണുമ്പോൾ വാവ് ഫീലിംഗ് ആയിരുന്നു. ഇത് GPT-1 കോഡെക്സ് ഇറങ്ങിയപ്പം തന്നെ നമ്മള് വി ആർ ടോക്കിംഗ് ടു ഫ്രണ്ട്സ് ആൻഡ് ഓൾ ലൈക്ക് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഇത് ഇനി നമുക്ക് കോഡ് ചെയ്യേണ്ടി വരില്ല, നമ്മുടെ ഡെവലപ്പേഴ്സിന്റെ ആവശ്യമൊന്നും ഇല്ല, ഇനി ഇവൻ കോഡ് ചെയ്തോളൂ. കാരണം ഇവന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചാൽ ഇവൻ കറക്റ്റ് ആയിട്ട് പറയും. ഈ ജനറേറ്റീവ് പ്രീ ട്രെയിൻ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരു സാധനം അതിനു മുമ്പ് വരെ 2016, 17, 18 ടൈമിൽ അപ്പോഴും നമ്മൾ ഈ ജനറേറ്റീവ് AI എന്ന് കസ്റ്റമേഴ്സിനോടും ക്ലയൻസിനോടും പറയുന്ന സമയത്ത് അവർക്ക് അല്ലെങ്കിൽ 20 to 23 വരെ വേണമെങ്കിൽ പറയാം, അവർക്ക് അറിയില്ല. 22, 23 ശേഷമാണ് ഓക്കെ ഇത് ചാറ്റ് GPT പോലത്തെ സാധനമാണ്. ചാറ്റ് GPT എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ സാധനത്തിന്
അങ്ങ് പോപ്പുലർ ആക്കി അടിപൊളിയായി കൊണ്ടുപോയത്. അതുവരെ ഇതിന്റെ കോഡൊക്കെ നിങ്ങൾ ഇപ്പൊ പോയി നോക്കിയാൽ ഇന്റർനെറ്റ് കിടപ്പുണ്ട്, ഫുൾ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കിടപ്പുണ്ട്. ഇത് ഒരു ക്യൂരിയസ് സാധനമാണ്. ഒന്ന് ആലോചിച്ച് 20 വർഷം ഇത് നടക്കുന്നത് എത്ര 70 ഇയേഴ്സിന് ശേഷമാണ് സെയിം സാധനം. ഇവിടെ തന്നെ കോഡേഴ്സ് ഒബ്സലേറ്റ് ആവുക എന്നുള്ളത് 1950, 70 നമ്മൾ നോക്കി, നമ്മളെല്ലാം വിചാരിച്ചു 18 ആയപ്പോൾ സെയിം സാധനം വന്നു. പക്ഷെ ദിസ് ടൈം വി ഹാഡ് എ ക്യൂരിയോസിറ്റി, ഇത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നും കൂടി അവർ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആൻഡ് പീപ്പിൾ സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട്. അതിനുശേഷമാണ് നമ്മൾ ഈ കാണുന്ന പ്രോപ്പർ കോപ്പൈലറ്റ് 21 GPT-3 അടിപൊളി സാധനം വന്നു. ബട്ട് അപ്പോഴും കുറെ ബോയിലർ പ്ലേറ്റ് ഒക്കെയാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് കുറെ സാധനങ്ങളിൽ. പക്ഷെ ലോജിക്കും ആർക്കിടെക്ചറും അത്ര സെറ്റായി വന്നിട്ടില്ല. അപ്പൊ ഈ ഒരു പോയിന്റിലാണ് നമ്മൾ ഇതിനെയൊക്കെ ഫൈൻ ട്യൂൺ ചെയ്യാൻ നോക്കിയത്. 21 നമ്മളെ ലോജിക്കും ആർക്കിടെക്ചറും നമ്മൾ അതിനെ പഠിപ്പിക്കും. ഇവൻ ബോയിലർ പ്ലേറ്റ് ഉണ്ട്, കോഡ് എങ്ങനെ എഴുതണമെന്ന് ഇങ്ങനെ ചൂസ് ചെയ്യണമെന്ന് അറിയാം, പക്ഷെ എന്നാലും സെറ്റായില്ല. പിന്നെയാണ് നമ്മൾ ഈ സാധനങ്ങൾ ഡീപ് സീക്ക്, ഇവൻ വേറെ രക്ഷയില്ല, അടിപൊളി സാധനം. ഇതാണ് ഇപ്പൊ നമ്മളെല്ലാരും കണ്ട ഓപ്പൺ എ പോലെ അമേസിങ്. ഇവർ കൂടുതലും ഇവർക്ക് US ഗ്രാഫിക്സ് കാർഡ്, അതായത് H800 ഇവന്മാര് ട്രെയിൻ ചെയ്തത്. ഇവർ H100 ഇവർ ട്രെയിൻ ചെയ്തില്ല, കൊടുത്തില്ല, അവർക്ക് അത്രയും കമ്പ്യൂട്ടേഷണൽ പവർ ഇല്ലായിരുന്നു. അപ്പം ചൈനയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ്. These guys are amazing. These Chinese people are super amazing. ഇത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, സമയം കിട്ടുകയാണെങ്കിൽ ഈ CD ഫോർമർ ഒന്ന് നോക്കാം. ഇത് ക്രോസ് ഡൊമൈൻ ഫ്യൂ ഷോട്ട് ഒബ്ജക്ട് ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഡിറ്റക്ഷൻ ട്രാൻസ്ഫോമർ ആണ്. ഫീച്ചർ കൺഫ്യൂഷൻ വേണ്ടി. അപ്പൊ ഇവനെ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ കുറച്ച് ഇൻഫർമേഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ക്ലാസിഫിക്കേഷൻ, ഞാൻ കോംപ്ലിക്കേറ്റഡ് സാധനങ്ങളിലോട്ട് പോകുന്നില്ല, അത് നമുക്ക് വി വിൽ ടേക്ക് മോർ ദിസ് ഈസ് ആൻ ഐസ് ബ്രേക്കർ. സ്ലോലി വി വിൽ ടേക്ക് മോർ കോംപ്ലിക്കേറ്റഡ് ടോക്സ്. അപ്പം ഇതിനകത്ത് ഒബ്ജക്ട് ഡിറ്റക്ഷൻ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ക്ലാസിഫൈ നമ്മൾ ഇന്നലെ രാത്രിയാണ് നമ്മുടെ ഇതിലുള്ള കുറച്ച് പേരുണ്ടായിരുന്നു, നമ്മളൊരു യോളോ എന്ന് പറഞ്ഞൊരു സാധനം ഉപയോഗിച്ചു. അതിനകത്ത് ഡിറ്റക്ഷനും സെഗ്മെന്റേഷനും ഉണ്ട്. LLM-നകത്ത് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ, LLM-നകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LLM അല്ല VLM, അതിനകത്ത് ഇമേജിനെ കൺവേർട്ട് ചെയ്ത് ഒരു ടെൻസർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നിങ്ങൾ കുറെ മെട്രിക്സ് സ്റ്റാക്ക് ആക്കി അറേഞ്ച് ചെയ്ത് മേളിൽ വെച്ചൊരു ക്യൂബ് ഉണ്ടാക്കുകയാണെങ്കിൽ ദാറ്റ്സ് കോൾഡ് എ ടെൻസർ. അപ്പം ഈ ഒരു സാധനത്തിനകത്ത് അതിന്റെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനകത്ത് ഈ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസിഫിക്കേഷൻ ഇതിപ്പം സാധാരണഗതിയിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഡു ദീസ് കൈൻഡ്സ് ഓഫ് തിങ്സ്. അപ്പം ഇവനെ ഒരു ഫ്യൂ ഷോട്ട് പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. കുറച്ച് ഇമേജസ് അനോട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവനെടുത്ത് വർക്ക് ചെയ്യും. അപ്പോൾ ഈ സാധനത്തിന് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യും. ഈ ചലഞ്ച് കഴിഞ്ഞ തവണ ഞങ്ങളിത് സോൾവ് ചെയ്താണ്. ഇത് റോബോ ഫ്ലോ ചലഞ്ച്, ഫൗണ്ടേഷണൽ ഫ്യൂ ഷോട്ട് ഒബ്ജക്ട്. ഈ ചലഞ്ച് ഞങ്ങൾ കോമ്പീറ്റ് ചെയ്തതാണ്. ഇതിൽ ഞങ്ങൾക്ക് 30th ആയിരുന്നു ഞങ്ങളുടെ റാങ്ക്. പക്ഷെ എന്നാലും വി വർ ഏബിൾ ടു ബിൽഡ് എ സിസ്റ്റം. ഈ സിസ്റ്റത്തിനകത്ത് ഒരൊറ്റ സാധനത്തിന്, ഇപ്പൊ ഇന്നലെ നമ്മൾ കണ്ട സാധനം എന്താണ്, ഞാൻ ചാർജർ ഒന്ന് കണക്ട് ചെയ്തോട്ടെ. ഇത് ചാർജ് ഇല്ല. ഓക്കെ. നമ്മൾ ഇന്നലെ എന്താ ചെയ്തു, നൈറ്റ് ഒരു മോഡലിനെ എടുത്തിട്ട് നമ്മൾ ഇന്റർനെറ്റിൽ പോയി, നമുക്ക് ബോൾട്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം. അപ്പൊ ബോൾട്ടിന് നമ്മൾ റോബോഫ്ലോയിൽ പോയി ബോൾട്ടിന്റെ ഡേറ്റ സെറ്റ് എടുത്തതിന് ശേഷം നമ്മൾ അതിനെ ഒരു മോഡലാക്കി. അതില് അമൽ ഉണ്ടോ ഇവിടെ? അമൽജിത്ത് റൈറ്റ്? അമൽ. അപ്പൊ നമ്മൾ ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് അമൽ അടുത്ത് നോക്കേണ്ട സാധനം. യു ഹാവ് സീൻ ദാറ്റ് ഒരു സിസ്റ്റത്തിന് നമ്മൾ ഡേറ്റ സെറ്റ് എടുത്ത് കൊടുത്തതിന് ശേഷം അവനിപ്പോ സ്പ്രൈറ്റ് ഡിറ്റക്ട് ചെയ്യാൻ അറിയാം, ഹാർഡ് പ്ലാസ്റ്റിക് ഡിറ്റക്ട് ചെയ്യാൻ അറിയാം. അപ്പം നമുക്കൊരു മോഡൽ ഉണ്ടാക്കണം, ഇതെല്ലാം ഡിറ്റക്ട് ചെയ്യാൻ പറ്റണം. ഒറ്റ ഡിറ്റക്ഷൻ മോഡൽ അല്ലെങ്കിൽ സെഗ്മെന്റേഷൻ മോഡൽ, അതിന് ഫ്യൂ ഷോട്ട് ഒബ്ജക്ട് ഡിറ്റക്ഷൻ ആണ്. നമ്മൾ കുറച്ച് സാധനം, ഫ്യൂ ഷോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം എക്സാമ്പിൾസ് എക്ക് കൊടുത്തിട്ട് പറയും, ഇത് വന്നാൽ ഇതാണ്, ഇത് വന്നാൽ ഇതാണ്, നീ ഇനി അടുത്തത് എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ ചോദിക്കും. അപ്പൊ ഇതിന് ഒരു 20 ഡൈവേഴ്സ് ഡേറ്റ സെറ്റ് വെച്ചിട്ടുണ്ട്. എക്സ്റേ ഉണ്ട്, തെർമൽ ഇമേജ് ഉണ്ട്, ഏരിയൽ ഫോട്ടോഗ്രാഫി ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതിനകത്ത് 10 ഷോട്ട് സ്പ്ലിറ്റ് ആണ് ഇതിനകത്തുള്ള ഒരു സാധനം. ഇവന്മാര് ഇതുപോലെ 10 എക്സാമ്പിൾസ് വെച്ചിട്ടുണ്ട്. ഈ 10 എക്സാമ്പിൾസ് വെച്ച്
പഠിപ്പിച്ചിട്ട് ഒരു മോഡൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അതിന്റെ ഇത് പഠിക്കാൻ പറ്റും. അപ്പൊ ഇത് ഇറ്റ്സ് അമേസിങ്. ഇതിനൊരു അടിപൊളി പേപ്പർ ഉണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഈ വിഷ്വൽ പെർസെപ്ഷൻ ഇപ്പോഴും ആയിട്ടില്ല. അപ്പം നമ്മൾ നേരത്തെ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേബിൾ ഉണ്ട്, ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ട്, പെർസെപ്ട്രോണിന്റെ പ്രോബ്ലംസ് നമ്മൾ പഠിച്ചു. എന്നിട്ട് വിഷ്വൽ പെർസെപ്ഷന്റെ ഏത് പോയിന്റിലാണ് ഐ എം ട്രൈങ് ടു സെറ്റ് എ കോണ്ടെക്സ്റ്റ് ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് എവിടെ നിന്ന് തുടങ്ങി എവിടെ നമ്മൾ എത്തി നിൽക്കുന്നു. ഇതെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് ആ വലിയ ബിഗ് ചലഞ്ച് ആർട്ട് പ്രൈസ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതില് ഈ പേപ്പർ അമേസിങ് പേപ്പറാണ്. അപ്പൊ ഇതില് ഐ ജസ്റ്റ് വോണ്ട് ടു ഷോ ദിസ്. ക്രൂഷ്യൽ ആണ് ഈ സാധനം, ഇപ്പോഴും ഇല്ല. അപ്പം ഇത് സോൾവ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഇത്. ലെറ്റ്സ് കം ബാക്ക് ടു വാട്ട് വി വർ ഡിസ്കസിങ്. അപ്പം anybody, you want me to give a summary about what we were talking? Anybody joined recently? Do I need to reset the room? Okay, so let me reset the room. We started by explaining നമ്മൾ ആദ്യം ഒരു ബേസിക് ന്യൂറൽ നെറ്റിന്റെ സാധനങ്ങൾ തുടങ്ങി. നമ്മുടെ ഒരു പ്രോബ്ലം എടുത്തു, എങ്ങനെ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാമെന്ന് നമ്മൾ നോക്കി. എന്നിട്ട് നമ്മൾ ബേസിക് സാധനങ്ങൾ. Okay, Sandra joined. Okay, we are just resetting the room, Sandra. So we started from basics. അപ്പം നമ്മൾ ഒരു ന്യൂറൽ നെറ്റ്വർക്കിന്റെ ബേസിക്സ് എന്താണെന്ന് നമ്മൾ നോക്കി. ആ ഒരു പ്രോബ്ലം നമ്മൾ ഇതുവരെ സോൾവ് ചെയ്തില്ല. നമ്മൾ അത് എങ്ങനെയാണ് ആ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്, അതായത് ഒരു എക്സോർ ഗേറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ നോക്കിയത്. എക്സോർ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ 2 സ്വിച്ച് ഉണ്ട്, ഒരു ബൾബ് ഉണ്ട്. 2 സ്വിച്ച് നിങ്ങൾ ഒരുമിച്ച് പ്രസ് ചെയ്താൽ അത് ഓൺ ആണെങ്കിലും ഓഫ് ആണെങ്കിലും ലൈറ്റ് കത്തില്ല. നിങ്ങൾ ഒരു സ്വിച്ച് ആണ് പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കത്തും. ഈ സാധനം കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ അതിന് നമ്മൾ മെഷീൻ ലേണിംഗ് പോലത്തെ ഒരു ചെറിയൊരു ന്യൂറൽ നെറ്റ്വർക്ക് നമ്മൾ ബിൽഡ് ചെയ്യും. അപ്പം ഫസ്റ്റ് ന്യൂറോണിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഹാൻഡിൽ ചെയ്യുക. മിഡിൽ ന്യൂറോൺ, ഹിഡൻ ലെയർ എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോബ്ലത്തിന് അനലൈസ് ചെയ്തിട്ട് അത് കണ്ടുപിടിക്കുക. തേർഡ് ന്യൂറോൺ ചെയ്യുക. കാരണം ഈ വാല്യൂസ് എന്ന് പറയുന്നത് ഡയഗണൽ ആയിട്ടാണ് വരുന്നത്. സോ ഇറ്റ്സ് വെരി. അപ്പൊ അതിനുശേഷം we started talking about the first thing about human computers, then machines ന് തിങ്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം. 1970s എങ്ങനെയാണ് ഒരു ഫസ്റ്റ് സിസ്റ്റം വന്നത്, അതിനുശേഷം കുറച്ച് പ്രോമിസസ് ആയിരുന്നു, ഡെലിവറി ഇല്ലായിരുന്നു. റൈസ് ഓഫ് എക്സ്പേർട്ട് സിസ്റ്റം, എക്സ്കോൺ അല്ലെങ്കിൽ ഗ്യാരി കാസ്പറോവിന്റെ ചെസ്സിന്റെ എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തു. 2020 മുതൽ ഡേറ്റയാണ് കിങ്, റൂൾസ് അല്ല എന്നുള്ള ഒരു കാര്യം. പിന്നെ നമ്മൾ പഠിച്ചൊരു കാര്യം 18ൽ 2 വന്നു, അതിന്റെ ലിമിറ്റേഷൻ, നമ്മളിപ്പോ എവിടെ നിൽക്കുന്നു, ഇപ്പം കോ പൈലറ്റ് വന്നു. പിന്നെ നമ്മുടെ ലേറ്റസ്റ്റ് എല്ലാവരും ഉപയോഗിക്കുന്ന ഡീപ് സീക്ക് പോലുള്ള സിസ്റ്റംസ്. ഡീപ് സീക്കിന്റെ പിന്നെ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്താന്ന് നമ്മൾ മനസ്സിലാക്കി. അത് വേറൊന്നുമല്ല, ഇപ്പോഴും ഓർത്തുക, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിനകത്ത് നിങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ, ഇപ്പൊ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ സൈക്കിൾ ചവിട്ടി ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടും. തോറ്റ് കഴിഞ്ഞാൽ പീപ്പിൾ വിൽ ലാഫ് അറ്റ് യു. അല്ലെങ്കിൽ അത് ചുമ്മാ പറയുന്നതാണ്, പിന്നെ ഒന്നുമില്ല. അപ്പോൾ കമ്പ്യൂട്ടറിന് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് അവിടെ ഒരു മോട്ടീവ് ഉണ്ടായിരിക്കണം. ഇവർ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത ഡീപ് സീക്കിന്റെ മോഡൽസ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആണ്. അതിലുള്ള ട്വീക്കാണ് ഇവരുടെ മോഡൽസിന് ആക്യുറസി കൊണ്ടുവന്ന സാധനം. അപ്പം കമ്പ്യൂട്ടറിന് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ 2 കാര്യം. ഒന്ന് റിവാർഡ് ഉണ്ടാവും, രണ്ടാമത്തെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണിഷ്മെന്റ് ഉണ്ടാവും. അപ്പൊ പണിഷ്മെന്റ് കിട്ടാതിരിക്കുക എന്നുള്ളതാണ് അവന്റെ ജോലി. അപ്പൊ ഒപ്റ്റിമൽ ഡിസിഷൻ, ഒരുപാട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നതിനകത്ത് ഏറ്റവും ഒപ്റ്റിമൽ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു കാര്യം ബയാസസ് എന്ന് പറയാം. ഇത് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഈ ഇമേജ് എനിബഡി? ആ ഒരു ക്വാളിറ്റി അതായത് ആൾക്കാരെ വെച്ച് ജഡ്ജ് ചെയ്യാൻ പറ്റും. പൂറാണ് അവരുടെ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അതായത് നമ്മള് എക്ക് ഈ ഒരു സാധനം ഏതൊരു ജനറേറ്ററിനെ കൊടുത്താലും ഇതിപ്പോ ബയാസസ് ഉണ്ടോന്ന് എനിക്ക് അറിയാം. ഞങ്ങൾ ഒരുപാട് ചിരിക്കുന്ന ഒരു സാധനമാണ്. ഇങ്ങനെ ഞാൻ ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ് എക്ക്, എ പുവർ മാൻ വിത്ത് ഫാമിലി. You guys saw what we got. What do you guys think about this? Why this generated such an image? ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ബേസിക് ന്യൂറൽ നെറ്റ്വർക്ക് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക, അത് വെച്ച് ചിന്തിക്കുക. നമ്മൾ ആദ്യം പഠിച്ച കുറച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ന്യൂറൽ നെറ്റിന്റെ ബേസിക്സ്, ഫോംസ് ഓഫ് ലേണിംഗ്, പിന്നെ ഫീഡ്ബാക്ക്, സൂപ്പർവൈസ്ഡ് ലേണിംഗ്, ലേബൽ, അൺസൂപ്പർവൈസ്ഡ്, പിന്നെ നമ്മൾ ലേണിംഗ് ടൈപ്സ് പഠിച്ചു, ഹൈപ്പോത്തിസിസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പം ഈ ഹൈപ്പോത്തിസിന്റെ പിന്നിൽ എന്തായിരിക്കും? വാട്ട് ഡു യു ഗൈസ് തിങ്ക്? എനിബഡി? ഞാൻ കമ്പ്യൂട്ടറോട് പറഞ്ഞപ്പം ഹൗ ഇറ്റ് ജനറേറ്റഡ് ആൻ ഇമേജ് ലൈക്ക് ദിസ്.
അത് ട്രെയിൻ ചെയ്തേക്കുന്നത് ഇങ്ങനത്തെ ഒരു ഡാറ്റ സെറ്റിനകത്താണ്. പൂവർ എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു ജനറേറ്റ് ചെയ്ത് കിട്ടണം. ഇങ്ങനെ ഒരു ഡാറ്റ സെറ്റ് വെച്ച് ട്രെയിൻ ചെയ്തുകൊണ്ടാണ് അത് ഇങ്ങനെ ജനറേറ്റ് ആയി വന്നത്. ഓക്കെ, അപ്പൊ ഞാനൊരു വേർഡ് മാറ്റി, റിച്ച് ആക്കി. അവിടെയും ബ്ലാക്കും വൈറ്റും ആയി. തന്നെ. സോ ഒരു വേർഡ് മാറ്റിയപ്പോ എന്തൊക്കെ ഐറ്റംസ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നത് കണ്ടോ? ഇതാണ് ഇതിന്റെ പ്രധാന പ്രോബ്ലം ഈ സിസ്റ്റംസിന്റെ. ഇത് മാത്രമല്ല, ഇത് ഞാൻ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടെ ഇത് കൊടുത്തപ്പോ നല്ല ഏകദേശം ഹ്യൂമൻ ക്രാഫ്റ്റഡ് റൂൾസ് ഉണ്ടായിരുന്നത് കൊണ്ട് ഇവൻ ഡീസെന്റ് ആയിട്ടുള്ള സാധനം തന്നു. എന്നിട്ട് പിന്നെ എക്സ്പെൻസസ് ഡേറ്റ അല്ല റൂൾ എന്നൊക്കെ പറഞ്ഞ സിസ്റ്റംസ് ഒക്കെ വന്നു. കൊള്ളാം, അടിപൊളി, ഈ കമ്പനിയൊക്കെ പൊട്ടിപ്പോയി, അടിപൊളി സാധനങ്ങളൊക്കെ വന്നു, സൂപ്പർ. അതെല്ലാം കഴിഞ്ഞിട്ട് വന്ന ഇതൊരു പുതിയ പ്രോബ്ലം ആണ് ഇവിടെ വന്നത്. ഇങ്ങനത്തെ ഒരു സിസ്റ്റം, പുതിയൊരു ടെക്നോളജി വരുമ്പോഴാണ് അവിടെ ഒരു പുതിയ ഒരുപാട് ടൂൾസും ടെക്നോളജിയും വരുമ്പം അവിടെ കുറെ പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ സ്പൈഡർമാൻ കണ്ടതല്ലേ? സ്പൈഡർമാനിൽ പറയുന്ന ഡയലോഗ് ഇല്ലേ, അത് എനിബഡി പറയാൻ പറ്റുമോ? ആ ഒരു സാധനം, റെസ്പോൺസിബിലിറ്റി ആണ്. അതെ, അത് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ടൂൾസ് ഉണ്ട്, ഈ ഐറ്റംസ് എല്ലാം ഉണ്ട്, പക്ഷെ ഇറ്റ് കംസ് വിത്ത് റെസ്പോൺസിബിലിറ്റി. ഇറ്റ്സ് നോട്ട് ഈസി. അത് ഭയങ്കര വലിയൊരു സാധനമാണ്. അപ്പം ഇതുപോലത്തെ പ്രശ്നമുണ്ട്. ഇതിന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് ട്രെയിൻ ചെയ്ത് ഡേറ്റ സെറ്റിന്റെ ബയാസ് ആണ്. അപ്പം കോഡ് ജനറേറ്റ് ചെയ്യുമ്പോഴും ഈ ബയാസസ് ഉണ്ട്. നിങ്ങൾ പോയി ജാവാസ്ക്രിപ്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ തല്ലിപ്പൊളി കോഡാണ് ജനറേറ്റ് ചെയ്ത് തരുന്നത്. നിങ്ങൾ റസ്റ്റിൽ ഒരു കോഡ് എഴുതാൻ പറഞ്ഞു നോക്ക്, അല്ലെങ്കിൽ ഹാസ്കലിൽ എഴുതാൻ പറഞ്ഞു നോക്ക്, കോഡിന്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് മാറും. ജാവാസ്ക്രിപ്റ്റിൽ മൊത്തം ഇന്റർനെറ്റിലുള്ളത് തല്ലിപ്പൊളി ന്യൂബി കോഡുകളാണുള്ളത്. അത് വെച്ചുള്ള ഔട്ട്പുട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ എയ്ഡർ ആം കോഡ് പോലത്തെ ടൂൾസ് ഉപയോഗിക്കുമ്പോഴും ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നിങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങൾ, ഈ ഒരു ബയാസ് എപ്പോഴും ഉണ്ട്. ഇത് ഞാൻ കുറച്ച് വിഷ്വലി അപ്പീൽ ചെയ്യാൻ വേണ്ടി കാണിച്ചതല്ല. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഫ്യൂച്ചർ പ്രൂഫിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളെല്ലാവരും, സോ ഓൾ ന്യൂ ലേൺ സ്റ്റുഡൻസ് ഷുഡ് തിങ്ക് ഇൻ ദിസ് വേ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മൾ ഈ ഒരു പാരഡിം ഷിഫ്റ്റ് വന്നു. സോ മൈ ജോബ് എന്ന് പറഞ്ഞാൽ, മൈ ജോബ് ലൈക്ക് ഇയേഴ്സ് ബാക്ക് I used to write code from സ്കൂൾ മുതൽ, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ റൈറ്റ് ചെയ്യും. പക്ഷെ ഇപ്പം അതല്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ഇപ്പോഴത്തെ സ്റ്റുഡൻസ് ഐ ഡോണ്ട് തിങ്ക് ദേ റൈറ്റ് കോഡ്. അപ്പൊ നിങ്ങൾ എല്ലാവരും മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ റൈറ്റ് കോഡ് എന്ന് പറയുന്നത് ഐ സോൾവ് പ്രോബ്ലംസ് എന്നുള്ള രീതിയിലാക്കണം. പുതിയ സിസ്റ്റംസ് ഡിസൈൻ ചെയ്യാൻ പറ്റണം, എത്തിക്കൽ ഔട്ട്കംസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. റൈറ്റ് കോഡ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് നൈസ്. 90s ഇറ്റ് വാസ് സൂപ്പർ ഗുഡ്. നോട്ട് ഓൺലി 90s, ലൈക്ക് ഒരു 10 years ബാക്ക്, അല്ലെങ്കിൽ 6 years ബാക്ക്, 6 years ബാക്ക്, 7 years ബാക്ക് ഇറ്റ് വാസ് അമേസിങ്. പക്ഷെ ഇപ്പം അതല്ല നമുക്ക് വേണ്ടത്. യു ഗൈസ് ഷുഡ് തിങ്ക് ലൈക്ക് യു സോൾവ് പ്രോബ്ലം. ഡിസൈൻ സിസ്റ്റം, ട്രാൻസ്ഫോമർ പോലത്തെ 1000 സിസ്റ്റം നിങ്ങൾ ഡിസൈൻ ചെയ്യണം. അതാണ് നിങ്ങളുടെ ജോലി. നിങ്ങൾ കോഡ് അപ്പം ദീസ് ആർ മൈ തോട്ട് പ്രോസസ്. ഓക്കെ ഗൈസ്, ഐ ഡോണ്ട് നോ, ഈ ഇറീപ്ലേസബിൾ സ്കിൽസ് എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, ഇതിന് പുതിയ അൽഗോറിതംസ്, ഇപ്പം ഫസി സെർച്ച് അങ്ങനെയുള്ള സാധനങ്ങൾ മേ ബി ഇതിന് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഒരു നീഷ് പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ അൽഗോറിതം ഇതിന് പാടായിരിക്കും. ഞാൻ ഫേസ് ചെയ്തൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പം കമ്പ്യൂട്ടർ വിഷനിൽ നമ്മൾ ഈ ഇല്ലാതെ എനിക്കൊരു ഞാൻ എക്സ്റേ ആണ്, ഞാൻ മെഡിക്കലിൽ വർക്ക് ചെയ്യുന്നത്, ഞാൻ എക്സ്റേ തന്നെ പറയാം. നിങ്ങളുടെ പല്ലിന്റെ എക്സ്റേ ഉണ്ടെന്ന് വെച്ചോ, എനിക്ക് നിങ്ങളുടെ പല്ലിനെ സെപ്പറേറ്റ് ചെയ്യണം ആ എക്സ്റേക്കകത്തുനിന്ന്. ബാക്കി അതിനകത്ത് ബോൺ ഉണ്ടാവും, കുറെ കാര്യങ്ങൾ ഉണ്ടാവും എന്നറിയാലോ. ഒരു അസ്ഥിക്കുടത്തിന്റെ ഡേഞ്ചർ സാധനം എടുത്താൽ അതിൽ പല്ലുണ്ടാവും. ആ പല്ല് എനിക്ക് സെപ്പറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം, ഒക്കെ വരുന്നതിന് മുമ്പ് ഞാൻ ഇമേജ് പ്രോസസിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ, നിങ്ങളിപ്പോ കോളേജിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉണ്ടോ സബ്ജക്ട്? അതിനകത്ത് നിങ്ങൾ പഠിക്കുന്ന കുറച്ച് അൽഗോറിതംസ് എന്ന് പറയുമ്പോൾ വാട്ടർ ഷെഡിങ് അൽഗോറിതം, അങ്ങനത്തെ അൽഗോറിതംസ് നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇപ്പൊ? ഇല്ല, അതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു രീതിയിലാണ്. അതായത് സെയിം ഒരേപോലെ തോന്നിക്കുന്ന പിക്സൽസിനെ എല്ലാം കൂടി ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് വാട്ടർ ഷെഡ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് അത് നമ്മൾ അല്ലാതെ പാറ്റേൺ ആയിട്ട്, ഇപ്പൊ എഡ്ജ് ഡിറ്റക്ഷന് വേണ്ടിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്.
എഡ്ജ് ഡിറ്റക്ട് ചെയ്താലേ നമുക്ക് പല്ല് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഇമേജിനകത്തുനിന്ന് ഒരു സാധനത്തിന് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ എഡ്ജ് ഡിറ്റക്ട് ചെയ്യണമല്ലോ. ഒരു സാധനം ഞാൻ സെന്റർ പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ എഡ്ജ് വരുന്ന ഒരു പാറ്റേൺ കണ്ടുപിടിച്ചിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ പുതിയ സാധനങ്ങൾ കൊടുക്കുമ്പോൾ ഇപ്പോഴത്തെ AI ദേ ആർ നോട്ട്, അതിന് പറ്റുന്നില്ല പുതിയ അൽഗോറിതംസ് ജനറേറ്റ് ചെയ്യാൻ. അതായത് നിങ്ങൾ അതിൻ്റെ അടുത്ത് ഒരു ചാറ്റ് GPT ഉണ്ടാക്കാൻ പറഞ്ഞു നോക്കി, ദാറ്റ് വിൽ ഗൈഡ് യു ടു റാബിറ്റ് ഹോൾസ് ഫോർ ഷുവർ. ഈ AI ഞാൻ ജൂനിയർ എഞ്ചിനീയേഴ്സിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് കൈൻഡ്സ് ഓഫ് തിങ്സ് ആർ ടേക്കിംഗ് സ്റ്റുഡൻസ് ടു റാബിറ്റ് ഹോൾസ്. അവർ ചിലപ്പോൾ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇന്നലെ രാത്രി നമ്മൾ ചെയ്തപ്പം അതെന്തോ ഭാഗ്യത്തിന് കുറെയൊക്കെ വർക്ക് ചെയ്തു. നമ്മൾ ആ ട്രെയിനിങ് നോക്കിയപ്പം സിമ്പിൾ ആയിട്ട് ഡേറ്റാ സെറ്റ് ഡൗൺലോഡ് ചെയ്യുക, ഒരു കമാൻഡ് ലൈൻ പിപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ടൂൾ ഇൻസ്റ്റാൾ ചെയ്യുക, ട്രെയിൻ കൊടുത്തു കഴിഞ്ഞാൽ മോഡൽ കിട്ടി. പക്ഷേ ഇത് ചിലപ്പം നിങ്ങളെ കൊണ്ട് കുറെ റാബിറ്റ് ഹോൾസിലോട്ട് കൊണ്ടുപോകും. അത് വരാതിരിക്കാൻ നോക്കുക. പിന്നെ എംപതി എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോഴത്തെ സാധനത്തിന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന്. അത് ഞങ്ങൾ മെഡിക്കലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, മെഡിക്കൽ ഡേറ്റയിൽ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു സിമ്പിൾ യൂസ് കേസ് ഞാൻ പറയാം. ഒരു ലേഡിയോട് ഇതുപോലെ പറയും, ലേഡിക്ക് 2 കുട്ടികളുണ്ട്, 2 ബ്യൂട്ടിഫുൾ ഗേൾസ് ഷീ ഗോട്ട്. ദാറ്റ് വുമൺ ഈസ് വർക്കിംഗ് വെരി ഹാർഡ്. ഷീസ് എ പിയാനിസ്റ്റ്. പിയാനോ വായിക്കുന്നതാണ്. അവർ പിയാനോ വായിച്ച് കിട്ടുന്ന പൈസയ്ക്കാണ് അവർ ജീവിക്കുന്നത്. അപ്പം 2 കുട്ടികളുണ്ട്. ഇവർക്ക് പെട്ടെന്ന് ഡയബറ്റീസ് വന്നു, കൂടി, ഹയർ സ്റ്റേജിലാണ്. അപ്പം AI ചോദിക്കുകയാണ് എന്ത് ചെയ്യണം. AI ചോദിക്കുകയാണ് എന്താണ് സൊല്യൂഷൻ. AI അപ്പോഴേ പറഞ്ഞു ഓക്കെ നമുക്ക് ആംപ്യൂട്ട് ചെയ്യാം, ഫിംഗർ നമുക്ക് കട്ട് ചെയ്ത് കളയാം. പക്ഷെ ഒരു ഡോക്ടറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ കുറച്ചും കൂടി നെസിറ്റിട്ടാണ്. കാരണം അവിടെ ഒരു ലേഡിയാണ്, ഷീസ് വർക്കിംഗ് ഫോർ ദ ഫാമിലി, 2 ഗേൾസ് ഉണ്ട്, ഇവരെ നോക്കണം. അപ്പം അവരുടെ കംഫർട്ട് കുറച്ച് കുറഞ്ഞിരുന്നാലും ഈ കുട്ടികളുടെ സർവൈവലും കൂടി ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ AI എപ്പോഴും അവിടെ നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിംഗർ കട്ട് ചെയ്ത് നമുക്ക് കളയാം. ഫിംഗർ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടും. നിങ്ങൾ ഇൻട്രസ്റ്റെല്ലർ മൂവി ഉണ്ടോ? ഓഫ് കോഴ്സ് കണ്ടതാ. ഇൻട്രസ്റ്റെല്ലറിന്റെ ഡോക്കിംഗ് സീൻ ഓർമ്മയുണ്ടോ? ഉണ്ട്. ഡോക്കിംഗ് സീനിൽ അവന്റെ അടുത്ത് പറയും ഡോക്ക് ചെയ്യരുത്, പൊട്ടിത്തെറിക്കും, പ്രശ്നമാണ്, സീനാണ് പറയും. പക്ഷെ അവന് ഡോക്ക് ചെയ്തേ പറ്റൂ. അത് ഹ്യൂമാനിറ്റിയുടെ ലാസ്റ്റ് സർവൈവൽ ആണ്. അതില്ലെങ്കിൽ ഡോക്ക് ചെയ്തില്ലെങ്കിൽ സർവൈവൽ ഇല്ല. ആണെങ്കിൽ എന്ത് ചെയ്യും? പക്ഷെ അവൻ ഡോക്ക് ചെയ്യും, അല്ലേ? അതെ. സോ അങ്ങനത്തെ പ്രോബ്ലംസ് ആയിരിക്കും നിങ്ങൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയും ഡോക്ക് ചെയ്യരുത്, ഡോക്ക് ചെയ്താല്, കാരണം മാത്തമെറ്റിക്സും കാൽക്കുലേഷനും വെച്ച് പ്രിസൈസ് ആയിട്ട് പറയാണ്, അത്രയും ഡേറ്റ വെച്ചിട്ട് പറയാണ് നീ ചെയ്യരുത്, പൊട്ടിത്തെറിക്കും, പ്രശ്നമാണ്, ഒരു കാരണവശാലും ചെയ്യരുതെന്ന് പറയും. പക്ഷെ അവൻ ഡോക്ക് ചെയ്യും. ആ ഡിസിഷൻ എടുക്കുന്നത് ഹ്യൂമനാണ്. അതാണ് അവിടുത്തെ പോയിന്റ്. അങ്ങോട്ടാണ് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. ആ ഡിസിഷൻ നിങ്ങൾ നാളെ ഒരു സ്പേസ് ഷിപ്പിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സ്പേസ് ടീം ഉണ്ടോന്ന് അറിയില്ല ഇവിടെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയും ഡോക്ക് ചെയ്യരുതെന്ന്. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു മെന്റൽ മോഡൽ ഉണ്ടായിരിക്കണം. ഡോക്ക് ചെയ്തില്ലെങ്കിൽ ഇത് ഹ്യൂമാനിറ്റിയുടെ ലാസ്റ്റ് ചാൻസ് ആണ്, ലാസ്റ്റ് സർവൈവൽ, ലാസ്റ്റ് എൻഡ്. അത് ചെയ്തില്ലെങ്കിൽ പറ്റൂല. ആ ഡിസിഷൻ മേക്കിംഗ് ആണ്. അപ്പൊ ആ ജഡ്ജ്മെന്റ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. റിജക്ടിങ് ബയാസ്ഡ് കോഡ് പോലല്ല, ഇങ്ങനത്തെ സിറ്റുവേഷൻസിലുള്ള ആ ഒരു സ്കില്ലാണ്. ദാറ്റ്സ് വാട്ട് വി കോൾഡ് മെറ്റാ സ്കിൽസ്. അതായത് അഡാപ്റ്റ്, ഇങ്ങനത്തെ സാധനങ്ങളും ഇങ്ങനത്തെ കാര്യം. പിന്നെ mentor others too. You should help other people to understand whatever you are learning. That is very important. Then only ഒരു good team, ഒരു solid team ഇല്ലാതെ we won't be able to build great systems. അതൊരു important കാര്യമാണ്. So അതൊക്കെ. And any other questions? Let's do just a question and open discussion. Any questions so far? Any wild thoughts? ആക്ച്വലി ഞാനിപ്പോ ഇമേജസ് ഒന്ന് ജനറേറ്റ് ചെയ്ത് വെക്കും, മറ്റേ പുവർ ഫാമിലി, റിച്ച് ഫാമിലി. ബട്ട് നമുക്ക് രണ്ടും ഒരു ബ്രൗൺ ഫാമിലിയും ഒരു റിച്ച് വൈറ്റ് ഫാമിലി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. Yeah man, it's true. ആ ബയസ് എപ്പോഴും ഉണ്ട്. ആ ട്രെയിൻ ചെയ്യുന്ന ഡേറ്റ മാത്രമല്ല, നമ്മൾ നേരത്തെ നേരത്തെ നമ്മുടെ ആ പ്രോബ്ലം ഒന്നുകൂടി എടുക്കാൻ പറ്റുമോ? അതെവിടെ? ഞാൻ ഷെയർ ചെയ്യാം, ഒരു സെക്കൻഡ്. ഞാൻ എടുക്കാം. ഇറ്റ്സ് ഓക്കെ. ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായല്ലോ? ആർക്കും കൺഫ്യൂഷൻ ഇല്ലല്ലോ? Do you guys want me to explain again?
അർണവ് ഒരു തവണ എക്സ്പ്ലെയിൻ ചെയ്തു, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ഈ പ്രോബ്ലത്തിൽ? കുറച്ച് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒരു ബ്രീഫ് ഇട്ടേക്കുള്ളത്. ഓക്കെ, അർണവ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ ഫസ്റ്റ്? ഓക്കെ. എക്സൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സിമ്പിൾ സാധനമാണ്. നമുക്കൊരു എന്താ പറയാ, രണ്ട് ഇൻപുട്ട് ഉണ്ട്, നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. ഒരു ആൻഡിന്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 0 കിട്ടിക്കഴിഞ്ഞാൽ 0 കിട്ടും. 1 മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടും. 0 0 ആയിരിക്കും. അതുപോലെ നമുക്കൊരു ഓപ്പറേഷൻ വഴി എന്ത് ചെയ്യണം, എക്സോറിന്റെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യണം. എക്സോറിന്റെ ഔട്ട്പുട്ട് നമുക്ക് സിമ്പിൾ ആയിട്ടൊരു പ്ലസ് അല്ല മൈനസ് വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതെ തന്നെയല്ലേ? അതെ അതെ അതെ, കറക്റ്റ്. ടെൽ മീ. പറയൂ. അപ്പം നമുക്ക് ബേസിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഇതാണ് നിങ്ങൾ കണ്ട ഡേറ്റ സെറ്റ്. നേരത്തെ പറഞ്ഞ പോലെ, മുഹമ്മദ് പറഞ്ഞ പോലെ, ഈ ഡേറ്റ സെറ്റിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിപ്പം വെരി സിമ്പിൾ ആണ്. ഇൻപുട്ട്, ഔട്ട്പുട്ട്, എക്സോർ ഔട്ട്പുട്ട്, ഈ 3 കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഇത് കമ്പ്യൂട്ടർ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സിംഗിൾ ലെയർ ആണ്. അപ്പോൾ അതിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഇതൊരു ട്രിക്കി പ്രോബ്ലം ആണ് കമ്പ്യൂട്ടറിന്. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത്. ഇത് ഒരു വേറെ ഒന്നുമില്ല, 2 സ്വിച്ച് ആണ് നമുക്കുള്ളത്. 2 സ്വിച്ചിനകത്ത് നമ്മൾ ഒരുമിച്ച് പ്രസ് ചെയ്താലും വർക്ക് ചെയ്യില്ല, ഓഫ് ചെയ്താലും ഓൺ ആക്കിയാലും വർക്ക് ചെയ്യില്ല. പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഓൺ ആക്കിയാലും ഓഫ് ആക്കിയാലും ലൈറ്റ് ബൾബ് കത്തും. ഈ ഒരു സാധനം ഇതിന്റെ പ്രെഡിക്റ്റ് ചെയ്യുന്ന സിസ്റ്റമാണ്. അപ്പം ഇത് പെർസെപ്ട്രോൺ എന്ന് പറയുന്നത് നമ്മുടെ സിറ്റുവേഷൻ എങ്ങനെ പെർസീവ് ചെയ്യും നമുക്കുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പം അതായത് ഈ പെർസെപ്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ലെയറേ ഉള്ളൂ. ന്യൂറൽ നെറ്റ്വർക്ക് കളി വരുന്നത് അപ്പോഴാണ്. മൾട്ടി ലെയർ ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡയഗണൽ വാല്യൂസിൽ ഇത് വരുന്നത് കൊണ്ട് നമുക്ക് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് ഈ ആക്ടിവേഷൻ ഫംഗ്ഷൻ ഇങ്ങനത്തെ ഇത് നിങ്ങൾ കോഡ് എഴുതുമ്പോൾ ചെയ്യേണ്ടതാണ്. ഞാൻ പ്രോപ്പറായിട്ട് നിങ്ങൾ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇതില് ഹൂഎവർ ഇൻട്രസ്റ്റഡ് ഷുഡ് കം ബാക്ക് വിത്ത് എ പ്രോപ്പർ സൊല്യൂഷൻ. നംപൈ ഉപയോഗിക്കാം, നംപൈ മാത്രം വെച്ച് വേണമെങ്കിലും ചെയ്യാം. പിന്നെ നിങ്ങൾ ഇതിനകത്തുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ കാണിച്ചില്ല. അതിനകത്തുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു കേരാസോ അല്ലെങ്കിൽ പൈടോർച്ചോ വെച്ച് ഒരു 10,000 ടൈംസ് ട്രെയിൻ ചെയ്ത് കുറച്ചും കൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊടുത്ത് വെയ്റ്റ്സിനെ ചെയ്ത്. അപ്പൊ ഈ വെയ്റ്റ്സും ബയസും ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്രോബ്ലം വെച്ച് വേണം നിങ്ങൾ ഇനി എന്ത് മെഷീൻ ലേണിംഗ് പ്രോബ്ലം നിങ്ങളുടെ കൈ കിട്ടിയാലും നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യാൻ. നെവർ എവർ ഗോ ഇൻ ടു വെരി കോംപ്ലിക്കേറ്റഡ്. അതായത് നമ്മൾ ഈ AK-47 എടുത്തു വെച്ചിട്ട് മറ്റേ മോഹൻലാൽ പറയൂലേ, ഈ പെയിനെ കൊല്ലുന്നതോ എന്തൊരു സാധനം പറയൂലേ, ഇങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് കൈവച്ച് ഞെരിച്ചു കൊല്ലണം എന്നൊക്കെ പറയൂലേ, അതുപോലെ ഉള്ള സാധനം. AK-47 മെഷീൻ ഗണ്ണും എടുക്കാൻ പോകരുത്. വളരെ ബേസിക് ആയിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കുക. അപ്പം ഇതില് കമ്പ്യൂട്ടറിന് ഈ സിംഗിൾ ലെയർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. പെർസെപ്ട്രോൺസ് ഫെയിൽ ആയി. അപ്പൊ നമുക്ക് വേണ്ടത് മൾട്ടി ലെയർ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ്. അപ്പൊ അതിനകത്ത് 3 ലെയർ ഉണ്ടാവും. അതിനകത്ത് ഇൻപുട്ട് ലെയർ ഉണ്ടാവും, ഹിഡൻ ലെയർ ഉണ്ടാവും, ഔട്ട്പുട്ട് ലെയർ ഉണ്ടാവും. ഇത് 3 ബ്രെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇവന്റെ ജോലി ഇൻപുട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ന്യൂറോൺ ആണ്. ഇവൻ എന്ന് പറഞ്ഞാൽ ഹിഡൻ ലെയർ ആണ്. ഇവനാണ് ഈ ട്രാൻസ്ഫോംഡ് ഫീച്ചേഴ്സിനെ ക്ലാസ്സസ് നിന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതൊരു ഗ്രാഫിൽ വരച്ച് പ്ലോട്ട് ചെയ്ത് നമുക്ക് സിംഗിൾ ലെയറിൽ പറ്റില്ല. ഇവൻ പ്രോപ്പർ ആയിട്ട് അത് ഫീച്ചേഴ്സിനെ കറക്റ്റ് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്യും. എന്നിട്ട് ഇതാണ് ഇതിന്റെ ഒരു മാത്തമെറ്റിക്കൽ ഡെഫിനിഷൻ. എങ്ങനെയാണ് മെഷീൻ ലേണിങ്ങിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത്? മൾട്ടിപ്പിൾ വെയ്റ്റ്സും ബയസും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ നമ്മളൊരു സിഗ്മോയിഡ് ആക്ടിവേഷൻ ഫംഗ്ഷൻ ഉണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ വെയ്റ്റ്സിനെ ഇൻപുട്ട് ന്യൂറോൺസ് കൊടുക്കും, ഹിഡൻ ന്യൂറോൺസിലോട്ട്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ. എന്നിട്ട് ഇവൻ കാൽക്കുലേറ്റ് ചെയ്യും. ഇതാണ് ഇതിന്റെ ഒരു ബേസിക് സാധനം. അപ്പൊ ഇതിന്റെ ഒരു കോഡ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നംപൈ ഇമ്പോർട്ട് ചെയ്യുന്നു. നംപൈ എന്ന് പറയുന്ന നമ്പർ, അതിന്റെ ഒരു നല്ലൊരു ബുക്ക് ഉണ്ട്. ഐ ഡോണ്ട് റിമെമ്പർ ദ നെയിം. നംപൈയുടെ ഒരു അടിപൊളി ബുക്കുണ്ട്, എന്തൊക്കെ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. പക്ഷെ നിങ്ങൾക്കൊരു കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡിങ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ബുക്സ് വായിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ go and read a book called it's called Mindful of Numbers. I think ബാർബറ ഓക്ലിയുടെ ഒരു ബുക്കാണ്. യെസ്, ഇത് ഈസ് എൻ അമേസിംഗ് ബുക്ക്. അപ്പം ഇത് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗീക്ക് സ്കൂളിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് തരുന്നൊരു കോഴ്സ് ഉണ്ട്, ലേണിംഗ് ഹൗ ടു ലേൺ എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ ഈ കോഴ്സ് ഒന്ന് എടുക്കുക എല്ലാവരും. യു ഗൈസ് ഷുഡ് നോ ഹൗ. നിങ്ങൾ മെഷീൻ ലേണിംഗും സാധനങ്ങളൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയതുകൊണ്ട് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് എങ്ങനെയാണ് ഹ്യൂമൻ ബ്രെയിൻ ഈ ഒരു സാധനത്തിനെ
വർക്ക് ചെയ്യിപ്പിക്കുന്നതാണോ? ഞാൻ നിങ്ങളെ കൺഫ്യൂസ്ഡ് ഒന്നും ആക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അടിപൊളി സാധനം ഞാൻ കാണിച്ചു തരാം. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുതിയൊരു സാധനം. അത് ഐ എം ലുക്കിംഗ് ഫോർ വോളണ്ടിയേഴ്സ് ആൻഡ് പീപ്പിൾ ടു സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ഇറ്റ്. ഈ സാധനം നിങ്ങൾ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഞാനിപ്പോൾ ബിൽഡ് ചെയ്യുന്ന ഒരു ഏജന്റ് ആണ്. ആ ഏജന്റിന് ഇവന് ഒരു സെക്കൻഡ് ലൈക്ക് ടു ഷോ യു ഗൈസ്. ഇവിടെ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ട്. അത് വേർ ഈസ് ദ ഡയഗ്രാം. നിങ്ങൾ ബ്ലാക്ക് മിറർ കണ്ടോ ലേറ്റസ്റ്റ്? ബ്ലാക്ക് കളറോ? ബ്ലാക്ക് മിറർ സീരീസ്. ഇല്ല. അതിനകത്തൊരു എപ്പിസോഡ് ഉണ്ട്, പേപ്പർ ക്ലിപ്പ് വന്ന്. അത് കണ്ടായിരുന്നോ ആരെങ്കിലും? സ്നിപ്പറ്റ് ഉണ്ടായിരുന്നു. ഓ, പേപ്പർ ക്ലിപ്പ് പ്രോബ്ലം അല്ലേ? അമേസിങ് അമേസിങ് അമേസിങ്. അതെ 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 അതെ. ഞാനൊരു ആർക്കിടെക്ചർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐ എം ട്രൈങ് ടു ഗെറ്റ് ദ ആർക്കിടെക്ചർ സ്ക്രീൻഷോട്ട്. അത് യെസ് ഗൈസ്, ഐ ഗോട്ട് ഇറ്റ്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണോ? ഞാൻ AGI ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് തനിയെ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു അടിപൊളി സാധനം. അത് നിങ്ങൾക്ക് അതിന്റെ ആർക്കിടെക്ചറാണ് ഞാൻ നോക്കുന്നത്. യു വിൽ ഫീൽ ലൈക്ക് ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് കോംപ്ലിക്കേറ്റഡ്. ഈ മെമ്മറി എടുത്തിട്ട് ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ഒരു സാധനം. നിങ്ങൾക്ക് എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? ഇതിനകത്ത് ഈ ഗ്ലോബൽ വർക്ക് സ്പേസ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഐ വാസ് ഫോളോയിങ് എ ഗായ്, ഡോക്ടർ ബോൺ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതിനകത്ത് ഞാൻ ഹ്യൂമൻ ബ്രെയിനിൽ നടക്കുന്ന അതേപോലത്തെ സാധനങ്ങൾ സിമുലേറ്റ് ചെയ്തൊരു സാധനം ഉണ്ടാക്കാനാണ് നോക്കുന്നത്. അതായത് ഇതിനകത്ത് പ്രൊസീജിയർ ലേണിംഗ്, നമ്മുടെ ട്രഡീഷണൽ മെഷീൻ ലേണിംഗിന്റെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതൊന്നും അല്ല ഇവിടെ ട്രൈ ചെയ്യാൻ നോക്കുന്നത്. ഇവിടെ ട്രൈ ചെയ്യാൻ നോക്കുന്ന ഒരു ന്യൂ സാധനമാണ്. ഇതിനകത്ത് പ്രൊസീജിയറൽ ലേണിംഗ് എന്ന് പറയുന്ന സാധനം, അറ്റൻഷൻ ലേണിംഗ് എന്ന് പറയുന്ന സാധനം, നമ്മൾ ഈ പറഞ്ഞ നേരത്തെ എല്ലാവർക്കും ക്ലിയർ അല്ലേ നമ്മൾ ആ ബേസിക് എക്സ്പ്ലെയിൻ ചെയ്തത്? ഇത് കണ്ടിട്ട് അപ്പം ഇതിൽ എന്തൊക്കെ പുതിയ സാധനങ്ങൾ നിങ്ങൾക്ക് വന്ന് മനസ്സിലാവുന്നുണ്ടോ? ക്യാൻ യു ഗൈസ് അണ്ടർസ്റ്റാൻഡ്? അർണവ് ഓർ പീപ്പിൾ, അമൽ, ക്യാൻ യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് വാട്ട് കൈൻഡ് ഓഫ് ആർക്കിടെക്ചർ വി ആർ ട്രൈങ് ടു ബിൽഡ് ഹിയർ? ട്രഡീഷണൽ മെഷീൻ ലേണിംഗ് അപ്രോച്ച് അല്ല ഇത്. എൻവയോൺമെന്റ് ഒക്കെ ഇന്ററാക്ട് ചെയ്ത് സാധനം കണ്ടിട്ട് എങ്ങനെയുണ്ട്? കൺഫ്യൂഷൻ ആണ്. ട്രഡീഷണൽ അല്ലെങ്കിൽ ഇപ്പം ചെയ്യുന്ന 20 years ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഇതിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. നമ്മൾ നേരത്തെ പഠിച്ച റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗും സൂപ്പർവൈസ്ഡ് ലേണിംഗും നമ്മുടെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗും ഒന്നും കൂടി ഞാൻ പുതുതായിട്ട് ജോയിൻ ചെയ്ത ആൾക്ക് വേണ്ടി പറയാം. നമ്മൾ കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കുന്നതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിനെ നമ്മൾ കുറച്ച് ഡേറ്റ ഒബ്സർവ് ചെയ്യാൻ കൊടുക്കും, എന്നിട്ടൊരു മോഡൽ ഉണ്ടാക്കും. മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ChatGPT ഡീപ്സിക്കോ അല്ലെങ്കിൽ ക്ലോഡോ അതല്ല മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബ്രെയിൻ മാപ്പ് ചെയ്യുന്ന ഒരു മെന്റൽ മോഡലാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ഹൈപ്പോത്തിസിസ്. അതായത് മോഡൽ ഹൈപ്പോത്തിസിസ് ഉപയോഗിക്കും, ഉള്ള ഒരു ഡേറ്റ ഉപയോഗിക്കും, എന്നിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പം ഈ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ അതെങ്ങനെ ചെയ്യുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലെ മെമ്പേഴ്സിന്റെ പെട്ടെന്ന് സബ് കോൺഷ്യസ്ലി മനസ്സിലാവും. നമുക്ക് പുതിയൊരാളിനെ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, ഓക്കെ ഞാൻ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ have I seen this person, or I'm feeling like that, or is there anything in that I can identify this person, ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്. ഫാമിലി പീപ്പിൾ വി വിൽ സബ് കോൺഷ്യസ്ലി അണ്ടർസ്റ്റാൻഡ്, റൈറ്റ്? അപ്പം വേൾഡിലെ എത്ര സൂപ്പർ ഗുഡ് ബെസ്റ്റ് ഒരു സെൻ പ്രോഗ്രാമർ ആണെന്ന് പറഞ്ഞാലും ഈ ഒരു പ്രോബ്ലം കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ ലേണിംഗ് ഇല്ലാതെ പറ്റൂല. ഒരുപാട് റിയൽ വേൾഡ് പ്രോബ്ലംസ് മെഷീൻ ലേണിംഗ് ഇല്ലാതെ പറ്റൂല. അപ്പം നിങ്ങളെല്ലാം കോളേജിലും സ്കൂളിലും ഈ എൻസെമ്മൽ മോഡൽസും റാൻഡം ഫോറസ്റ്റും നിയറസ്റ്റ് നൈബേഴ്സും ഇതൊക്കെ ഡിസിഷൻ ട്രീ ഒക്കെ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവില്ലേ, ഇങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പം അതൊക്കെയാണ് അതിന്റെ ഫണ്ടമെന്റൽസ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത സാധനം എന്ന് പറഞ്ഞാൽ ഫോംസ് ഓഫ് ലേണിംഗ് ആണ്. അതായത് ഒരു ഏജന്റിന്റെ ഒരു പാർട്ടാണ്, ഒരു കമ്പണന്റ് എന്ന് പറയുന്നത് ലേണിംഗ്, ഒരു നമ്മുടെ ഹ്യൂമൻസിന്റെ ബ്രെയിൻ പോലെ ഒരു പാർട്ടാണ്. അപ്പൊ അതിനെ എങ്ങനെ പഠിപ്പിക്കുക എന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന് കുറച്ച് സെറ്റ് ഓഫ് ഡിസൈൻസ് ഉണ്ട്.
അതായത് ഡയറക്റ്റ് മാപ്പിംഗ് ഓഫ് ഇൻപുട്ട് ടു ഔട്ട്പുട്ട്സ്, നേരത്തെ കണ്ട സാധനങ്ങൾ, റെലവെന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. പിന്നെ അതിനുശേഷം ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് വേൾഡ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്യുന്ന എന്നുള്ളൊരു സാധനം, റിസൾട്ട് ഓഫ് പോസിബിൾ ആക്ഷൻസ്, എന്തൊക്കെ കാര്യങ്ങൾ ഏജൻസിന് എടുക്കാൻ പറ്റും, ആക്ഷനബിൾ ആയിട്ടുള്ള സാധനങ്ങൾ 3. പിന്നെ 4മത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി ഇൻഫർമേഷൻ. അവനാണ് നമ്മുടെ ഹിഡൻ ലെയർ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത്. അവന്റെ ജോലിയാണ് ഈ ഡിസൈറബിലിറ്റി എന്തായിരിക്കാം എന്നുള്ള ഒരു സാധനം. നമ്മൾ സൈക്കിൾ ചവിട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്, വീഴും, ചിലപ്പോൾ ഇത് പഠിക്കും, ലേൺ ചെയ്യുന്ന ഒരു പ്രോസസ്സ്. പിന്നെ ആക്ഷൻ എടുക്കുക, ഏറ്റവും ഡിസൈറബിൾ ആയിട്ടുള്ള ഗോൾ എടുക്കുക. അപ്പൊ അതിന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രയർ നോളജ് ആണ് അബൌട്ട് അത് നമ്മുടെ ഏജന്റ് എന്ന് ഞാൻ പറയുന്ന മോഡൽ എന്ന് പറയുന്ന മെന്റൽ മോഡലാണ്. ഏജന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കാണുന്ന ഈ ഫാൻസി ഏജന്റ്സ് അല്ല, എ സിസ്റ്റം, എ കമ്പ്യൂട്ടർ, ഒരു പീസ് ഓഫ് സോഫ്റ്റ്വെയർ തന്നെ ആണ്. സോ ഐ വാണ്ട് യു ഗൈസ് ടു തിങ്ക്. ഞാനിവിടെ ഐ വുഡ് ലൈക്ക് ടു സെറ്റ് ദ കോണ്ടെക്സ്റ്റ് ഫസ്റ്റ്, ദെൻ ഐ വാണ്ട് ടു എക്സ്പ്ലെയിൻ ദിസ് സ്റ്റഫ്. അപ്പം പ്രയർ നോളജ് ഉണ്ടാവും. അപ്പം അതായത് ഇപ്പം നിങ്ങൾ അതിൽ ആ ഒരു പ്രയർ നോളജിനെ നമ്മൾ ട്രാൻസ്ഫർ ലേണിംഗ് എന്ന് പറയും. നമ്മൾ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ ഒരു സാധനത്ത് നിന്ന് ഒരു ബിരുദം ട്രാൻസ്ഫർ ചെയ്യുന്ന ട്രാൻസ്ഫർ ലേണിംഗ് ആണ്. ഇങ്ങനെയാണ് എഫക്റ്റീവ് ലേണിംഗ് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. റിഗ്രഷൻ എന്ന് പറയുന്ന ഒരു ഫാൻസി വേർഡാണ്. അത് ഫംഗ്ഷൻ അപ്രോക്സിമേഷൻ അല്ലെങ്കിൽ ഒരു ന്യൂമറിക് പ്രഡിക്ഷൻ ആണ് ഈ ഒരു സാധനം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഒരു ഫാൻസി, ഇതുപോലത്തെ ഒരുപാട് ഫാൻസി വേർഡുകൾ നിങ്ങൾ അത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും പ്യുവർ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിന്റെയും ലോജിക് ഗേറ്റ്സിന്റെയും മേളിൽ എഴുതി വെച്ചേക്കുന്ന കുറെ ഫാൻസി നെയിംസ് ഉണ്ടാവും. അതൊക്കെയാണ് ആദ്യം പഠിക്കേണ്ടത്. പിന്നെ നമ്മൾ പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഏത് സിസ്റ്റത്തിന്റെയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ആ ഫീഡ്ബാക്ക് ആണ് നമ്മുടെ ഈ 3 കാര്യങ്ങൾ: സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മളൊരു സൈക്കിൾ ചവിട്ടുന്ന സമയത്ത് റിവാർഡ് കിട്ടും, അല്ലെങ്കിൽ ഒരു പണിഷ്മെന്റ് ഉണ്ടാവാം, അങ്ങനത്തെ ഒരു സാധനം. 3 രീതിയിലാണ് ഈ ട്രഡീഷണൽ വേ ഓഫ് സാധനം ഓടുന്നത്. അപ്പൊ അതെല്ലാം ക്ലിയർ ആണ്. ഈ പറയുന്ന സാധനം ഐ ആം വർക്കിംഗ് ഓൺ ഇറ്റ്, ഇറ്റ്സ് വെരി ന്യൂ. ഇതില് ഈ പറയുന്ന 3 ട്രഡീഷണൽ വേ ഓഫ് മെഷീൻ ലേണിംഗിന്റെ ബുക്സിൽ പറയുന്ന ലേണിംഗ് അല്ല. ഐ ആം ട്രൈങ് ടു ആഡ് ന്യൂ ടെക്നോ. ഫസ്റ്റ് സെൻസർ മെമ്മറി, പെർസെപ്ച്വൽ അസോസിയേറ്റീവ് മെമ്മറി എന്ന് പറയുന്ന സാധനം. മെമ്മറി എപ്പോഴും ഗ്രാഫിലായിരിക്കും നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഗ്രാഫ് മെമ്മറീസിന് കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോഴത്തെ ഐ ഡോണ്ട് തിങ്ക് ദ കറന്റ് മെമ്മറി ഓഫ് മെഷീൻ ലേണിംഗ് സിസ്റ്റംസ് അത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് വെക്ടറും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ്. കുറച്ച് ഐ ഫീൽ ലൈക്ക് ഗ്രാഫ് കുറച്ചും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യും. അപ്പൊ ഇത് ഐ നീഡ് പീപ്പിൾ ടു വർക്ക് ഓൺ സച്ച് എ സിസ്റ്റം. നമ്മൾ ബേസിക് മെഷീൻ ലേണിംഗ് അല്ല, ഇതിനകത്ത് അറ്റൻഷൻ കോഡ്ലെറ്റ്സ് ഉണ്ടാവും. അറ്റൻഷൻ കോഡ്ലെറ്റിലാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ എക്സോർ ഗേറ്റിനകത്ത് നമ്മൾ കണ്ടില്ലേ, അതിനകത്ത് ഹിറ്റും ട്രയലും റണ്ണും അല്ലേ അടിക്കുന്നത്. ഈ അറ്റൻഷൻ കോഡ്ലെറ്റിൽ ഞാൻ സ്കിൽസ് ആഡ് ചെയ്യും. അതിനകത്ത് പറഞ്ഞു കൊടുക്കും, ഓക്കെ, ഈ ഒരു 2 സ്വിച്ച് ഒരുമിച്ച് പ്രസ് ചെയ്താൽ ഔട്ട്പുട്ട് ട്രൂ ആണെന്നുള്ളത് അറ്റൻഷൻ വരേണ്ട ഒരു സാധനം. അത് കോഡ്ലെറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ ട്രാൻസ്ഫോമറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റൻഷൻ മെക്കാനിസം ഇസ് ഡിഫറെന്റ്. ഇതിൽ കോഡ്ലെറ്റ്സ് ആയിട്ട് നമ്മൾ സെറ്റ് ഓഫ് റൂൾസ് വെച്ച് കൊടുക്കും. എന്നിട്ട് ഇതിനകത്ത് പുതിയ കുറച്ച് ലേണിംഗ് സാധനം, അറ്റൻഷണൽ ലേണിംഗ് ഉണ്ട്, പ്രൊസീജിയർ ലേണിംഗ് ഉണ്ട്, അസോസിയേഷൻസ് എന്നുള്ള സാധനം. ഇപ്പം ഇതെല്ലാം വെച്ചിട്ട് ഇത് കുറച്ചുകൂടി സ്ട്രക്ചർ ആയിട്ടാണ് നമ്മൾ ഈ സാധനം ബിൽഡ് ചെയ്യുന്നത്. ദിസ് ഇസ് എക്സാക്ട്ലി ഒരു ഹ്യൂമൻ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന അതേ രീതിയിലാണ് ഈ സാധനത്തിനെ ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അതിൽ പല ടൈപ്പ്, എനിക്ക് കുറച്ച് സമയം വേണം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇന്നത്തെ ഫസ്റ്റ് ബേസിക് ആയതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. ഇത് ചെയ്തു കഴിഞ്ഞാൽ മൈ ക്വസ്റ്റ്യൻ ഈസ്, ക്യാൻ വി ബിൽഡ് സ്പേഷ്യൽ മെമ്മറി എന്ന് പറയുന്ന സാധനം നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ്. ഈ പെർസെപ്ച്വൽ ലേണിങ്ങിന് കുഴപ്പങ്ങളുണ്ട്. അത് വർക്ക് ചെയ്യും മിക്ക, പക്ഷെ സിറ്റുവേഷൻ അനുസരിച്ച് റിയാക്ട് ചെയ്യാനാണ് നമ്മൾ അതിനെ പഠിപ്പിക്കുന്നത്. ഈ ഒരു സാധനം നമുക്ക് കുറച്ച് ഇതിന്റെ ഒരു കോഡ് ബേസ് ഒക്കെ എന്റെ കയ്യിലുണ്ട്. ഞാനൊരു സാധനം ബിൽഡ് ചെയ്തിട്ടുണ്ട്. അത് ഐ വാണ്ട് ടു ഷോ യു ഗൈസ്. ഇപ്പം നിങ്ങൾക്ക് കോഡ് എക്സ്പ്ലെയിൻ ചെയ്താൽ കുറച്ചും കൂടി മനസ്സിലാവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇറ്റ്സ് എ ന്യൂ ആർക്കിടെക്ചർ ഗൈസ്, നോബഡി ഈസ് വർക്കിംഗ് ഓൺ ദീസ് കൈൻഡ്സ് ഓഫ് തിങ്സ്. ഇതാണ് നമ്മൾ എഡ്ജിൽ ഡിപ്ലോയ് ചെയ്യാൻ പോണത്. നമുക്ക് ഞാനിതിനകത്ത് LLM എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പരിപാടി മൊത്തം പോയി. ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കുറച്ച് ഔട്ട്പുട്ട് എനിക്ക് കിട്ടി. ഈ ഒരു സാധനം വെച്ചിട്ട് ഇതിന്റെ കോഡ്, ഇതാണ് ഞാൻ ഉണ്ടാക്കിയൊരു സാധനം. എന്റെ സ്ക്രീൻ വിസിബിൾ ആണോ? കാണാം.
അപ്പം ഇതിനകത്ത് നമ്മളൊരു ഒരു കോഗ്നേറ്റീവ് ഏജന്റ് ഉണ്ടാക്കി. ഏജന്റ് ഞാൻ ഇപ്പോഴും പറയാണ്, ഏജന്റ് ഇസ് നോട്ട് സംതിങ് ലൈക്ക് ഒരു കമ്പ്യൂട്ടർ ആയിട്ട് വിചാരിക്കുക. കറന്റ് സ്റ്റേറ്റും സാധനങ്ങളും ഞാൻ ഈ സാധനം എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തു. ഈ പറഞ്ഞ ഡയഗ്രാമിലുള്ള മെമ്മറി ഇന്റഗ്രേറ്റ് ചെയ്തു. എനിക്ക് ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഇപ്പൊ കിട്ടുന്നുണ്ട്. അപ്പൊ ഇവനെ ഞാൻ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. ഇപ്പം നിങ്ങളിപ്പോ ആ ബോൾട്ടിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇവനെ കൊണ്ട് സോൾവ് ചെയ്യണം. ഇവൻ സിറ്റുവേഷൻ അനുസരിച്ച് പുതിയ സ്കില്ല് പഠിച്ചോളും. അതാണ് ഈ ഒരു ആർക്കിടെക്ചർ. അപ്പൊ ഇത് ഒരു ഹൈബ്രിഡ് AGI കൈൻഡ് ഓഫ് തിങ് ആണ്. നിങ്ങള് ആ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്തിട്ട് അതൊന്ന് എല്ലാവരും ബാക്കി അറിയില്ലാത്ത ആളുകൾ, പഠിച്ചിട്ടില്ലാത്ത ആളുകൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ബേസിക് ന്യൂറൽ നെറ്റ്വർക്ക് സോൾവ് ചെയ്തിട്ട് വാ. ഇതിനകത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആർക്കിടെക്ചറൽ പാറ്റേൺസ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ലേണിംഗും ഇത് കുറച്ചൊന്ന് കൺഫ്യൂസിങ് ആണ്. ഇതിനകത്ത് ഞാൻ ഒരുപാട് ലെയേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തിരി കോംപ്ലിക്കേറ്റഡ് കോഡാണ്. അപ്പൊ ഇതില് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ വന്നാൽ വി ക്യാൻ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. ദിസ് ഇസ് എ വെരി ന്യൂ ആർക്കിടെക്ചർ. ട്രഡീഷണൽ മെഷീൻ ലേണിംഗ് സാധനങ്ങളല്ല. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചാൽ നമുക്കൊരു പേപ്പർ പ്രസന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോളേജിലുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ ഇവർക്കും ഈ ഒരു സാധനം AGI എന്താണെന്ന്, AGI ഇതുവരെ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സാധനത്തിൽ എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എത്തിയിട്ടില്ല. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കോഴ്സായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ സ്കൂളിലുള്ള കുട്ടികളെ പഠിപ്പിക്കാം. നമ്മൾ ട്രഡീഷണൽ മെഷീൻ ലേണിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അതിനുശേഷം ഐ എക്സ്പ്ലെയിൻ യു എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്. ഈ ഒരു പുതിയ സിസ്റ്റത്തിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് വെരി ന്യൂ. ഇത് ഇങ്ങനെയാണ് ഹ്യൂമൻ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് മെഷീൻ ലേണിംഗിൽ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എവിടെയാണ് കറന്റ് സ്റ്റേറ്റ് ഓഫ് AI അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന സാധനം നിൽക്കുന്നതും എങ്ങോട്ടാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നതെന്ന്. സോ ഞാൻ ആ സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ ഈ പ്രോബ്ലം AIക്ക് എളുപ്പം സോൾവ് ചെയ്യാൻ പറ്റൂല. ഇതിന് നമ്മൾ ഹ്യൂമൻസ് വിചാരിച്ചാലേ ഈ സാധനം ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഒരുപാട് നല്ല നല്ല സാധനങ്ങളുണ്ട്. ഇതുണ്ടാക്കി ഞാൻ ഒരു മോഡൽ ട്രെയിൻ ചെയ്ത് മോഡൽ വെച്ചിട്ട് ഞാൻ കുറച്ച് ബെഞ്ച് മാർക്സ് ഒക്കെ ചെയ്ത് നോക്കി. ഇതിനകത്ത് ഐ വാസ് ഏബിൾ ടു ഗെറ്റ് ഈ കോൺഷ്യസ്നെസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പ്ലോട്ട് ചെയ്തില്ലേ, അതുപോലെ ഐ എം ഏബിൾ ടു ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. അപ്പം ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. നമ്മൾ നേരത്തെ കണ്ട സാധനം. ഇതിന് ഞാൻ കുറെ ചേഞ്ചസും മാറ്റങ്ങളൊക്കെ വരുത്തി ഇത് പെർഫോമൻസ് ബെഞ്ച് മാർക്ക് ചെയ്ത് നോക്കി. And I am getting very good results. I'm not feeling like it's that bad. Compare ചെയ്യുമ്പോൾ ബേസ് ലൈൻ കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം ഗെറ്റിംഗ് നല്ല ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ ഗ്രീഡി ആണെങ്കിലും ഡ്രീമർ ആണെങ്കിലും അവർ സിസ്റ്റം ഇസ് പെർഫോമിങ്. പക്ഷെ ഇത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനെ എടുത്ത് റിയൽ വേൾഡിൽ കൊണ്ടുപോകണം. ഇറ്റ്സ് എ ന്യൂ ആർക്കിടെക്ചർ. അപ്പൊ ഇതിന്റെ ഒരു പ്രോബ്ലം ഞാൻ പറയാം. നമ്മൾ ആരുടെ മെഷീൻ ലേണിംഗിൽ പഠിക്കാൻ പറഞ്ഞാലും എവരിബഡി വിൽ ഗോ ആൻഡ് ലേൺ. ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനങ്ങൾ പഠിക്കും, പക്ഷെ ഇത് ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ലാത്ത സാധനമാണ്. ദിസ് ഇസ് പ്യുവർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഇതിൽ നമ്മൾ ഇല്ലാത്തൊരു സാധനമാണ് ചെയ്യാൻ നോക്കുന്നത്. ഇതുവരെ ഇല്ലാത്തൊരു സിസ്റ്റമാണ് നമ്മൾ തുടങ്ങാൻ നോക്കുന്നത്. അപ്പൊ ഇതിന് നിങ്ങൾ എല്ലാവരും, എനിക്ക് വേണ്ടത് നമ്മുടെ IG ടീംസിന്റെ ലീഡ്സ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മെഷീൻ ലേണിംഗിന്റെ ഫണ്ടമെന്റൽസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്നെക്കാട്ടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ബിക്കോസ് യു ഗൈസ് ആർ ലേണിംഗ് റൈറ്റ് നൗ വെരി വെൽ. അപ്പൊ ഇത് ബാക്കിയുള്ള സ്റ്റുഡൻസിനെ പഠിപ്പിക്കുക. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത സാധനങ്ങളെല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരുടെ ആ മെന്റൽ മോഡൽ പ്രിപ്പയർ ചെയ്യുക. ട്രാൻസ്ഫോമറും സാധനങ്ങളും അല്ല, നമുക്കൊരു പുതിയ സിസ്റ്റമാണ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ ഇതില് ലേണിംഗ് കർവ് കൂടുന്നുണ്ട്. ഇത് കമ്പയറിംഗ് ടു അതർ തിങ്സ് ഐ എം ഗെറ്റിംഗ് ഔട്ട്പുട്ട്. ഇത് ചുമ്മാ ഐ എം നോട്ട് എക്സ്പ്ലെയിനിങ് അബൌട്ട് ഇതാണ് പാത്ത് എന്നുള്ളത്. നമ്മൾ ട്രഡീഷണലിനെ കാട്ടി പുതിയതായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളാണ് ഇവിടെ കാണുന്ന ഈ എന്താ പറയണ്ടേ, ഇവിടെ നമ്മുടെ സാധനം ഇവിടെ ഇതിനകത്ത് നമ്മൾ നോക്കി. ഇതിനകത്ത് ട്രഡീഷണൽ AI ഇല്ല. അറ്റൻഷൻ ലേണിംഗും പ്രൊസീജിയർ ലേണിംഗും ഇപ്പം പെർസെപ്ച്വൽ സാധനങ്ങളൊക്കെ പെർസെപ്ട്രോൺ വരെ ഫെയിൽഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ഹ്യൂമൻ ബ്രെയിനിലുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെയുള്ള മെഷീൻ ലേണിംഗ് എക്സ്പേർട്സ് ആണെങ്കിലും AI ഗോഡ് ഫാദേഴ്സ് ആണെങ്കിലും ഹൂഎവർ ക്രിയേറ്റിംഗ് മെഷീൻ ലേണിംഗ് സിസ്റ്റം ഇവരെല്ലാം ചെയ്ത് നോക്കുന്നതേ ഉള്ളൂ. പെർസെപ്ച്വൽ ലേണിംഗ് വർക്ക് ചെയ്യോ? പക്ഷെ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗും അൺസൂപ്പർവൈസ്ഡ് ലേണിംഗും റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗും മാത്രം പോരാ ഒരു ബെറ്റർ AI സിസ്റ്റം ഉണ്ടാക്കാൻ. ഇത് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നോക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യണം. ആ ഫീഡ്ബാക്കിനെ സെൻസറി ഫീഡ്ബാക്കിനെ എടുത്ത് ഇതുപോലെ റിയൽ വേൾഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കി നമുക്ക് ഇങ്ങനത്തെ ഒരു ആർക്കിടെക്ചർ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ആർക്പ്രൈസ് 2ന്റെ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്യാൻ നോക്കിയത് ഇങ്ങനെയാണ്. ഇപ്പോ നോക്കുകയാണെങ്കിൽ
I can show you my solutions. ഞാൻ ഈ സാധനം ഉണ്ടാക്കിയിട്ട് ആർക്കിന്റെ പ്രോബ്ലം ഞാനത് സോൾവ് ചെയ്യാൻ നോക്കി. ഞാൻ പല രീതിയിൽ അതിനെ സോൾവ് ചെയ്യാൻ നോക്കി. പിക്കിൾ ഫയൽസ് എന്താണെന്ന് അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും. നിങ്ങൾ ഒരു ഹ്യൂറിസ്റ്റിക്സ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാഗിൾ കോമ്പറ്റീഷൻസിൽ കോമ്പീറ്റ് ചെയ്യുന്ന എത്ര കോമ്പറ്റീഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എത്ര പേരുണ്ട്? അർണവ് ചെയ്തതാണ് ഞാൻ ചെയ്യാറുണ്ട്. അപ്പം ഗൈസ് ഇതിനകത്ത് ഇതാണ് ഇത് ഞാൻ നിങ്ങൾക്ക് കോഡ് ഞാൻ ഷെയർ ചെയ്യാൻ ഒരു കാര്യം നോക്കട്ടെ. ഇവിടെ ഇത് പബ്ലിക് ആണ് കേട്ടോ. ഞാൻ ഈ ചെയ്ത കോഡ് ഞാൻ പബ്ലിക് ആക്കിയിട്ടുണ്ട്. ആർക്ക് ഫ്രൈസിന്റെ ഞാൻ ഒരു പൈപ്പ് ലൈൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് ഞാൻ ഇതിനകത്ത് സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ ഡോക്യുമെന്റേഷൻ എനിക്ക് കുറച്ചും കൂടി പെർഫെക്റ്റ് ആക്കാനുണ്ട്. ഇതിൽ പറയുന്ന പോലെ കോറാണ് നമ്മുടെ ഇത് സിമ്പിൾ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് ന്യൂറൽ നെറ്റ്വർക്ക് റൈറ്റ് നൗ. ഇത് നോർമൽ ന്യൂറൽ നെറ്റ്വർക്ക് അല്ല ഇപ്പൊ ചെയ്തേക്കുന്നത്. ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് ന്യൂറൽ നെറ്റ്വർക്ക് ആണ്. പിന്നെ ഇതിനൊരു പൈപ്പ് ലൈൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് സോൾവ് ചെയ്യാൻ വേണ്ടി. ഇത് പബ്ലിക് ആണ്. യു ഗൈസ് ക്യാൻ ഗോ ആൻഡ് സീ. AGI എന്ന് പറഞ്ഞിട്ട് എന്റെ ഇതിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിലായിരിക്കും എന്റെ സർവൈവർ കോഡ് ഞാൻ ഓപ്പൺ സോഴ്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്പൺ സോഴ്സ് ചെയ്ത ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ നീഡ് എ ടീം ടു വർക്ക് ഓൺ ഇറ്റ്. ഇതൊരു പ്രോപ്പർ പ്രോജക്റ്റ് ആണ്. ഇത് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പേപ്പർ പബ്ലിഷ് ചെയ്യാൻ നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന ട്രഡീഷണൽ സാധനങ്ങളല്ല ഇതിനകത്തുള്ളത്. അത് കോളേജിൽ പഠിക്കുന്ന സാധനങ്ങൾ കഴിഞ്ഞിട്ട് ഇൻഡസ്ട്രിയിൽ ചെയ്യുന്ന സാധനമാണത്. ഒരു ഗൂഗിളോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റോ ഒരു റിസർച്ചിന്റെ ഒരു ടീം ഫുള്ള് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. കോളേജിൽ പഠിക്കുന്ന സാധനം എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് ഈ സാധനത്തിലോട്ട് കയറുക. ഇതിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യും. അപ്പം ഞാൻ ഈ കോഡ് പ്രോപ്പറായിട്ട് ഓപ്പൺ സോഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ആർക്ക് പ്രൈസിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാഗിളിനകത്ത് കോമ്പറ്റീഷനിൽ ജോയിൻ ചെയ്യുന്ന കാഗിളിനകത്ത് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് കമാൻഡ് ലൈൻ കാഗിളിന്റെ കമാൻഡ് ലൈൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അറിയാമല്ലോ. അർണവ് അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം, എങ്ങനെയാണ് കമാൻഡ് ലൈനിൽ സൊല്യൂഷൻസ് ഫെച്ച് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾ അറിയില്ലാത്ത കുട്ടികൾക്ക്. പിന്നെ അതിനകത്ത് ഇവാലുവേഷൻ ചലഞ്ച് ഉണ്ട്. നമ്മൾ നേരത്തെ എന്താണ് ഡിസ്കസ് ചെയ്തത്? നമ്മൾ ഇൻപുട്സും ഔട്ട്പുട്സും ഡിസ്കസ് ചെയ്തു. നമ്മുടെ ഇൻപുട്ട് എന്തായിരുന്നു? നമ്മളൊരു സിമ്പിൾ ന്യൂറൽ നെറ്റ്വർക്ക് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. അതൊരു എക്സോർ ഗേറ്റ് ആയിരുന്നു. ഇതിലും ഇതുപോലെ തന്നെ നമുക്കിവിടെ ട്രെയിൻ ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഒരു സാധനമാണ്. ഇതാണ് ഇവാലുവേഷൻ ഉണ്ടാവും. ഒരിക്കലും സൊല്യൂഷൻ ഇതിന് ടെസ്റ്റ് ചലഞ്ചസ് എടുത്ത് വെച്ച് ട്രെയിൻ ചെയ്യരുത്. അത് കണ്ടീഷനാണ്. ചലഞ്ചസിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചുതരാം. ഇതിപ്പോ കണ്ട കുറച്ച് കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ ഒരു സാധനം നമുക്കുണ്ടാവും. ഇതാണ് നമ്മുടെ ചലഞ്ച്. ആർക്ക് പ്രൈസ് 2 ആണ്. നിങ്ങൾ 3യും ട്രൈ ചെയ്യണം. ഇൻപുട്ടിനകത്ത് എന്താ ട്രെയിൻ ചെയ്യാനുള്ള ഇൻപുട്ടിനകത്ത് ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഇൻപുട്ടിനകത്ത് നിങ്ങൾക്ക് കുറച്ച് സാമ്പിൾ ഇതാവും. ഇത് ആക്ച്വലി ഒരു പിക്സൽ 0 ഒരു എടുത്ത് ഇമേജ് ആയിട്ട് നമുക്ക് ഇതിനെ ഇത് ചെയ്ത് നോക്കാൻ പറ്റും. ഇതിന്റെ ട്രെയിനിങ്ങിന്റെ ആണ്. അത് ഞാൻ എവിടെയോ ഞാനൊരു സാധനം ചെയ്തു. ഒരു സെക്കൻഡ് കിട്ടി. നിങ്ങൾ ഈ സാധനങ്ങൾ എടുത്ത് ഒരു പേപ്പറിലോ എന്തെങ്കിലും ഒരു ഇമേജിൽ പ്ലോട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇൻപുട്ട് ഇതാണ്, ടാർഗറ്റ് ഇതാണ്, പ്രഡിക്ഷൻ ഇതാണ് നിങ്ങളുടെ ഡേറ്റ സെറ്റ്. ക്ലിയർ അല്ലേ ഈ ഒരു സാധനം? അപ്പം അതിനുശേഷം ഇതിങ്ങനെ ചലഞ്ച് ഉണ്ടാവും. ഞാനിത് അർണവിന് വേണ്ടിയാണ് ഞാൻ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. യു ട്രൈ ടു സോൾവ് ദ ആർക്ക് 3 പ്രൈസ് റൈറ്റ്. ഇത് 2 ഞാൻ സോൾവ് ചെയ്യാൻ നോക്കിയ പാറ്റേൺ ആണ് കാണിക്കുന്നത്. എനിക്ക് ഇതുപോലെ ഇതുണ്ട്, ചലഞ്ചുണ്ട്.
നമുക്ക് ഇത്രയും ഇൻപുട്ട് ഉണ്ട്, സാമ്പിൾ സബ്മിഷന്റെ ഫോർമാറ്റ് ആണ്, തിരിച്ച് സബ്മിറ്റ് ചെയ്യേണ്ട ഫോർമാറ്റ് ഇതാണ്, ഗാഗിൽ തന്നെയാണ്, ഇത് ഇനിറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എന്റെ കോഡ് നോക്കണ്ട, നിങ്ങൾ ആ പ്രോബ്ലത്തിന്റെ എന്റെ സൊല്യൂഷൻ നോക്കണ്ട, അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങളത് ഇതിന് അപ്രോച്ച് ചെയ്യേണ്ട രീതി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ എങ്ങനെയാണോ നമ്മളൊരു എക്സോർ ഗേറ്റ് കമ്പ്യൂട്ടറിന് അറിഞ്ഞുകൂടാത്ത പെർസെപ്ട്രോണിന് വർക്ക് ചെയ്യാത്ത ഒരു പ്രോബ്ലം എങ്ങനെയാണോ നമ്മൾ അതിനെ പഠിപ്പിക്കാൻ നോക്കിയത്, ആ സിംപ്ലിസിറ്റിയിൽ വേണം അതിനെ സോൾവ് ചെയ്യാൻ. ഇതിന്റെ കോഡിൽ ഇപ്പൊ നോക്കണ്ട, ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾ ആ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യുന്ന രീതി എടുത്തിട്ട്, കാരണം ഇത് ഞാൻ ട്രൈ ചെയ്തതെന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ട്രെയിൻ ചെയ്ത് പല സാധനങ്ങൾ ചെയ്ത് ഒരു നിങ്ങൾ ചിലപ്പം നിങ്ങൾ വേണമെങ്കിൽ എല്ലാം വെച്ച് സോൾവ് ചെയ്യാൻ നോക്കും, എല്ലാം വെച്ച് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. LLM ഒന്നും ഇല്ലാതെ ഒരു മോഡൽ ഉണ്ടാക്കി ചെയ്തതാണ്. അതിന് ഭയങ്കര കോംപ്ലക്സിറ്റി ഉണ്ട്. അതിന് നിങ്ങൾ ഞാൻ പറഞ്ഞ ആർക്കിടെക്ചർ പഠിക്കണം. അപ്പം ഇതില് എന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്റെ ട്രെയിനിങ് പൈപ്പ് ലൈൻ ഇതാണ്. ഞാൻ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ക്ലാസ് ഉണ്ട്, ഒരു ട്രെയിനർ ഉണ്ടാവും. അതിനകത്ത് ഞാൻ ഹൈബ്രിഡ് AGI എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ഗ്ലോബൽ വർക്ക് സ്പേസിന്റെ കസ്റ്റം മോഡലാണ്. അതിനകത്ത് സിംബോളിക് റീസണിങ് ഉണ്ട്. സിംബോളിക് റീസണിങ് എന്താണെന്ന് നമ്മൾ ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്തു നമ്മുടെ സ്ലൈഡ്സിനകത്ത്. എങ്ങനെയാണ് 1980s എങ്ങനെയാണ് ഒരു റൂൾ ബേസ്ഡ് സിസ്റ്റം, അതായത് ഗാരി കാസ്പറോവ് ചെസ് കളിക്കുന്ന സമയത്ത് 1980s അവർ ചെസ്സും ഇതുപോലെ റൂൾ വെച്ചിട്ട് ഒരു എക്സ്പെർട്ട് സിസ്റ്റം ഉണ്ടാക്കി. 1980s അവർ അത് ചെയ്തു നോക്കിയപ്പോഴത്തേക്ക് ഹ്യൂമൻസിനെക്കാട്ടി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, ഹ്യൂമനും കമ്പ്യൂട്ടറും കൂടി വർക്ക് ചെയ്യുമ്പോൾ. ഇതിന്റെ ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിംബോളിക് റീസണിങ്ങും ന്യൂറൽ ലേണിങ്ങും, ന്യൂറൽ നെറ്റ്വർക്ക് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, ഇതിനകത്ത് ന്യൂറൽ ലേണിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു കോഗ്നിറ്റീവ് ഏജന്റ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫ്ലിപ്പ്, വെർട്ടിക്കൽ, കളർ മാപ്പിംഗ്, ഈ സാധനമൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അതിൽ യൂണിഫോം ആയിട്ടുള്ള പ്രോബ്ലംസ് കൂളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ട്രെയിനിങ് പാറ്റേൺ റെക്കഗ്നിഷൻ, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അത് നിങ്ങളിപ്പോൾ നോക്കണ്ട. ഫസ്റ്റ് നിങ്ങൾ ആ ബേസിക് സാധനം ഇത് സോൾവ് ചെയ്യാൻ പഠിക്കും. ഇതിനകത്ത് ഇത് ഞാൻ ഐ എം എക്സ്പ്ലെയിനിങ് ഹൗ ഐ ട്രൈ ടു സോൾവ് ദിസ്. ഞാനൊരു പുതിയ ആർക്കിടെക്ചർ ഉണ്ടാക്കിയിട്ട് അത് ചെയ്യാനാണ് നോക്കിയത്. ദാറ്റ്സ് ഡിഫറെന്റ്, അത് ഈസ് ഡിഫറെന്റ്. അപ്പൊ ഇതിനകത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ കാണിച്ചു തരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ അപ്രോച്ചിൽ കൂടി ഞാൻ പോയി എന്നുള്ളതാണ്. ഫസ്റ്റ് ഞാൻ സോൾവ് ചെയ്യാൻ നോക്കിയതെന്ന് പറഞ്ഞാൽ ഒരു ബേസിക്, ഇതിപ്പം അഡ്വാൻസ്ഡ് മെത്തേഡ്സ് ആണ്, അല്ലാതെ എനിക്ക് ബേസിക് മെത്തേഡ്സ് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ആർക്ട്രേസ് പൈപ്പ് ലൈൻ, സോൾവർ, അഡ്വാൻസ്ഡ് മെത്തേഡ്സ്, ഇത് കുറച്ച് അഡ്വാൻസ്ഡ് മെത്തേഡ്സ് ആണ്. ഇതിന്റെ പഴയ ബ്രാഞ്ചിലോട്ട് നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ എന്റെ ബേസിക് സാധനങ്ങൾ ഉണ്ടാവും. ബേസിക് അഡ്വാൻസ്ഡ് മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് DSL, നിങ്ങൾ ഇതറിയായിരിക്കുമല്ലോ, അബ്സ്ട്രാക്ട് സിൻടാക്സ് ക്ലാസ് ഒക്കെ അറിയാമല്ലോ പൈത്തണിൽ. ഇനിഷ്യലി ഞാൻ DSL ഓപ്പറേഷൻസ് ചെയ്തു നോക്കി. ഇത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള സാധനമാണ്. ഇതിൽ ഫ്ലിപ്പും സാധനങ്ങളും ഒക്കെ. പിന്നെ എൻസെമ്പിൾ മെത്തേഡ് എന്ന് പറയുന്ന ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കി, അതും വർക്ക് ചെയ്തില്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരു എൻസെമ്പിൾ മെത്തേഡ് എനിക്ക് കൂടുതൽ ഒരു ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് സാധനം ചെയ്യാൻ പറ്റില്ല. എൻസെമ്പിൾ സോൾവറിന്റെ ലിമിറ്റേഷനും ഉണ്ട്. പിന്നെ ഈ അഡ്വാൻസ്ഡ് മെത്തേഡ്സ് അത് കറക്റ്റ് ആയിട്ട് അതിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഇത് സോൾവ് ചെയ്യാൻ കുറച്ച് അപ്പൊ ഇത് നിങ്ങൾ ഫസ്റ്റ് ഒന്ന് സെറ്റപ്പ് ചെയ്യുക. ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് നോക്കുക. ഈ കോഡ് ഞാൻ ഇവിടെ ഓപ്പൺ സോഴ്സ് ചെയ്തിട്ടുണ്ട്, ഫുൾ സാധനം. ഇതിൽ കുറച്ച് ഡോക്യുമെന്റ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അപ്പം ഇതിന്റെ പാർട്ടായിട്ടാണ് ഞാൻ വേറെ കുറച്ച് സാധനങ്ങൾ ചെയ്തു നോക്കിയത്. തനിയെ സോൾവ് ചെയ്യാനുള്ള സ്കിൽ അച്ചീവ് ചെയ്യാനുള്ള ഒരു AGI മോഡലാണ് ഇവിടെ ഉണ്ടാക്കിയത്. അപ്പൊ അതിന്റെ കോറിനകത്ത് കിടപ്പുണ്ട്. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ഇമേജസും ഞാൻ എന്താണ് സാധനങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നതെന്നും എല്ലാത്തിന്റെയും ഫുൾ കോഡ് ഇതിനകത്തുണ്ട്. ലേണിംഗ് പാത്വേ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. കുറച്ച് അഡ്വാൻസ്ഡ് സിസ്റ്റം ആണ്, ഇത് നമുക്ക് പതുക്കെ ചെയ്തു പോവാം. ഇപ്പം ആർക്ട്രൈസിന്റെ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ആർക്ട്രൈസിന്റെ കോഡിൽ ഇതിനിപ്പം ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ വരികയാണെങ്കിൽ ഇതിനകത്ത് ഒരു ഗൈഡ് ഉണ്ടാവും. ഈ ഗൈഡിനകത്ത് നിങ്ങൾ പോയാൽ ഇതാണ്, ഈ സാധനങ്ങൾ എളുപ്പത്തിൽ മനുഷ്യന് കണ്ടുപിടിക്കാം. അടുത്ത് എന്താ വരുന്നത് നമുക്കറിയാം, അതിനറിയില്ല. അപ്പം ഇതിനകത്ത് നമ്മളിപ്പം നിങ്ങൾ കോഡ് ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പൊ ഇതാണ് ഡിഫിക്കൽറ്റി, നിങ്ങൾ നോക്കുക. അപ്പം നമ്മൾ നേരത്തെ കണ്ടതുപോലെ നമുക്ക് ഇൻപുട്ട് ആയിട്ട് കിട്ടുന്ന ഡേറ്റ സെറ്റ് ഇതാണ്. സ്റ്റിൽ ഐ ആം ടെലിംഗ് യു, ഞാൻ 2 സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്തു. ദ ഈസി വേ ടു സോൾവ് എ മെഷീൻ ലേണിംഗ് പ്രോബ്ലം, കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റാത്തത് എങ്ങനെ ചെയ്യണം, ആൻഡ് ദ കോംപ്ലിക്കേറ്റഡ് വേ. അതിൽ നിങ്ങളിപ്പോൾ പോകണ്ട, അത് നമ്മുടെ ഡിഫിക്കൽറ്റി അനുസരിച്ച് സ്ലോലി വി വിൽ റീച്ച് ദെയർ. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ട്രെയിനിങ്ങിനുള്ള ഇൻപുട്ട്. നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കിൽ എങ്ങനെയാണോ ട്രെയിൻ ചെയ്യാനായിട്ട് പോയത്, ഒരു സിമ്പിൾ സാധനം, അതിന്റെ കോഡൊക്കെ ഇന്റർനെറ്റിൽ അവൈലബിൾ, വെരി ബേസിക് ആണ്. അതുപോലെ തന്നെ
ഈ ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഔട്ട്പുട്ട് ആയിരിക്കും. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഈ പ്രോബ്ലത്തിനെ എടുത്ത് ഇതുപോലെ പ്ലോട്ട് ചെയ്യാൻ നോക്കണം. ഈ പ്ലോട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് AI ജനറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സൊല്യൂഷൻസ് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, പ്രഡിക്ഷൻ കറക്റ്റ് ആണോ. അതിനുള്ള ഒരു പൈപ്പ് ലൈൻ ഫസ്റ്റ് ബിൽഡ് ചെയ്യുക. പിന്നെ എന്റെ കോഡിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ അപ്രോച്ചസ് നോക്കുക. ഇവര് ഞാൻ ആക്ച്വലി ഇത് ഇത് ഞാൻ വായിച്ചില്ല. ഞാൻ ഓർഡർ ഇല്ലാതെ ചെയ്തത്. പിന്നെ ഈ അപ്രോച്ചസ് ലാസ്റ്റ് വന്നപ്പം എനിക്ക് മനസ്സിലായി. ഓക്കെ, ഡിസ്ക്രീറ്റ് പ്രോഗ്രാം സെർച്ച് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. 20ലും ഫസ്റ്റ് പ്രൈസ് വിൻ ചെയ്ത സൊല്യൂഷൻസ് ഈ ഒരു രീതിയിലാണ് ചെയ്തത്. എൻസെമ്പിൾ സൊല്യൂഷൻസ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ അതൊരു ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് ആണ്. ആ ബ്രൂട്ട് ഫോഴ്സ് നിങ്ങൾ വേണ്ട. LLM എടുത്ത് വെച്ച് പ്രോംപ്റ്റ് ചെയ്യിപ്പിക്കാൻ നോക്കി. ദാറ്റ് വാസ് അട്ടർ ബുൾഷിറ്റ്. ChatGPT-4 എടുത്ത് വെച്ചിട്ട് അവന്റെ അടുത്ത് പറഞ്ഞു തരും. അവനെ ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കാണിക്കുന്ന ഈ സാധനം ഇല്ലേ, ഇത് കൊടുത്തിട്ട് പറയും എന്നാ നീ പറ ഇനി പ്രോബ്ലത്തിനുള്ള പാറ്റേൺ എന്താണെന്ന് തിരിച്ചു പറയാം. അതായത് ട്രെയിൻ ചെയ്യിപ്പിക്കാതെ ഇൻപുട്ട് ഔട്ട്പുട്ടും ഡയറക്റ്റ് കൊടുത്തു നോക്കി. വളരെ ബ്ലണ്ടർ ആണ് കിട്ടിയത്. ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ എല്ലാത്തിന്റെ ഡ്രോബാക്കും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത നമ്മുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. ഈ ഒരു സാധനം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പം ഈ പറയുന്ന ഒരു സാധനവും ഇതെന്തുകൊണ്ട് ഈ ഫസ്റ്റ് ജനറേഷൻ സിസ്റ്റം എന്തുകൊണ്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു, പഴയ കമ്പ്യൂട്ടറിൽ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു, ഈ പുതിയ സാധനം എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഈ പ്രോബ്ലത്തിലാണ്. ഡയറക്റ്റിലെല്ലാം പ്രോംപ്റ്റിംഗ് ബുൾഷിറ്റ് ആയിരുന്നു. അതിനെടുത്ത് ഫൈൻ ട്യൂൺ ചെയ്തൊക്കെ നോക്കി, ഒരു ഉപയോഗമില്ല. പിന്നെ ഡൊമൈൻ സ്പെസിഫിക് ലാംഗ്വേജും പ്രോഗ്രാം സിന്തസിസും ആണ് ഞാൻ എന്റെ കോഡിൽ കിടക്കുന്ന സാധനങ്ങൾ. DSL, അബ്സ്ട്രാക്ട് സിന്റക്സ് ട്രീ. നമ്മൾ ആദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത പ്രോബ്ലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എങ്ങനെയാണ് ഒരു പാഴ്സർ ഉണ്ടാക്കുന്നത്, ഒരു JSON പാഴ്സർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഇന്റർപ്രറ്റർ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുപോലെ നമ്മളൊരു പുതിയൊരു ഡൊമൈൻ സ്പെസിഫിക് ലാംഗ്വേജ് ഇതിന് ക്രിയേറ്റ് ചെയ്യാൻ നോക്കി. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരു ലാംഗ്വേജ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആംപ് വെച്ചിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടാക്കി എന്ന് പറഞ്ഞത് ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടാക്കി നോക്കിയതാണ്. അതായത് DSL വെച്ചിട്ട് കോമൺ കോൺസെപ്റ്റ്സ് യൂണിഫോമിനെയൊക്കെ നമുക്ക് റൊട്ടേഷൻ നേരത്തെ നമ്മുടെ നമ്പൈ ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് കൂളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതും ട്രൈ ചെയ്ത് നോക്കി. ആക്റ്റീവ് ഇൻഫറൻസ് പ്രീ ട്രെയിൻ മോഡൽസിലാണെങ്കിലും എത്തിയിട്ടില്ല, സാധനം എത്തിയിട്ടില്ല. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. മോസ്റ്റ് പ്രോമിസിങ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇവരും പറയുന്ന ഒരു കാര്യം തന്നെ ഡിസ്ക്രീറ്റ് പ്രോഗ്രാം സെർച്ച് വെല്ലാണ്, വർക്ക് ചെയ്യും. പക്ഷെ എന്നാലും ഇവരും പറയുന്ന ഒരു സാധനം തന്നെ, പുള്ളിയാണ് ഈ കേരാസിന്റെ ഫൗണ്ടർ. നിങ്ങൾ നേരത്തെ കണ്ട നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കിന്റെ സൊല്യൂഷനകത്ത് ഇവിടെ നോക്കിയ ഇവിടെ നമ്മൾ നേരത്തെ ഈ സൊല്യൂഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ടെൻസർ ഫ്ലോസ്, ഇതിന്റെ കേരാസ്, ഇതിന്റെ ഫൗണ്ടർ ആണ് പുള്ളി. ഫ്രാൻകോയ്സ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോമിസിങ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഇല്ലാത്ത പ്രോബ്ലം കമ്പ്യൂട്ടേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതാണ്. ഡിസ്ക്രീറ്റ് വർക്ക് ചെയ്യും ഈ ഒരു സാധനത്തിനകത്ത് ഒരു പരിധി വരെ. അപ്പം ഇഫ് യു മാനേജ് ടു ഗെറ്റ് ദ ഡീപ് ലേണിംഗ് മോഡൽ, ഇറ്റ്സ് എ പ്രെറ്റി ഗുഡ് സെൻസ് ഓഫ് വാട്ട് ഈ ടാസ്കും സൊല്യൂഷനും എന്താണ് എന്നുള്ളത് ഒരു പുതിയൊരു ഡീപ് ലേണിംഗ് മോഡൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയ അത് എഫിഷ്യന്റ് ആയിരിക്കണം. അത് ഈ ചലഞ്ചിന്റെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാഗിൽ ഡിപ്ലോയ് ചെയ്യുന്ന മോഡൽ, ആ മോഡൽ ട്രെയിനിങ്ങും സാധനവും അതിനകത്തുള്ള കമ്പ്യൂട്ടറിനകത്ത് ഓടണം. അതുകൊണ്ടാണ് നമുക്കിവിടെ എൻസെമ്പിൾ മെത്തേഡും മറ്റേ നമ്മുടെ ബ്രൂട്ട് ഫോഴ്സ്, വലിയൊരു സിസ്റ്റം എടുത്ത് വെച്ചിട്ട് അതിനെ ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോസ്റ്റ് പെർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കോസ്റ്റിനകത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത്ര ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഞാനിപ്പോ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് വരുന്ന ഒരു പ്രോബ്ലം ആണിത്. അപ്പം ഇതിനകത്ത് ഇത് നിങ്ങൾ ഈ മോഡല് ഞാനും ഒരു സാധനം ഞാൻ ഉണ്ടാക്കി നോക്കി. അത് എനിക്ക് എത്ര ഒരു പകുതി വരെ കുറെയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ശരിയല്ല. പക്ഷെ ഞാനൊരു ഡീപ് ലേണിംഗ് പുതിയൊരു മോഡലാണ് അവിടെ ഉണ്ടാക്കാൻ നോക്കിയത്. ആ മെന്റൽ മോഡലിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും കൂടി ഫിക്സ് ചെയ്യാം. അപ്പം പ്രധാനമായിട്ടുള്ള ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന മോഡൽ സ്കിൽ അക്വിസിഷനും ജനറലൈസേഷനും ആണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ജനറലൈസേഷൻ എന്തിനാണ്? റിമെമ്പർ ഐ വാസ് എക്സ്പ്ലെയിനിങ് അബൌട്ട് ഹൗ ടു നമ്മൾ എങ്ങനെയാണ് ഇതിന് ഗ്രൂപ്പ് ചെയ്യുന്നത്. ഇപ്പം മെഷീൻ നമ്മൾ നേരത്തെ ബോൾട്ടിന്റെ എക്സാമ്പിൾ പറഞ്ഞു. നമ്മുടെ ഹാക്കത്തോണിന്റെ ബോൾട്ടിന്റെ കുറെ ഇമേജസ്, അതായത് കമ്പ്യൂട്ടറിന് നമ്മൾ ഇൻപുട്സ് കൊടുക്കുകയാണ്, ക്യാമറ ഇമേജസ് കൊടുക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് ഒരെണ്ണം പറയാണ് ഇതാണ് ബോൾട്ട്. അപ്പൊ അതിനാണ് ഒരു ലേബൽ. ഇപ്പൊ സൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ
ആ ഒരു സാധനമാണ് അത്. പക്ഷെ കുറച്ചും കൂടി ആ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഇവിടെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പാടാണ് ഈ ജനറലൈസേഷൻ ഇതില്. അതുകൊണ്ടാണ് നമുക്കൊരു പുതിയ ആർക്കിടെക്ചർ തന്നെ വേണ്ടത്. പിന്നെ ഹ്യൂമൻ കൊഗ്നിഷന്റെ ഒരു ഇൻസ്പിറേഷൻ എടുത്ത് ചെയ്യാന്നുണ്ട് അതുകൊണ്ടാണ് അതായത് ഹ്യൂമൻ കൊഗ്നിഷൻ ആണ് കോർ നോളജ്. നമ്മുടെ റെപ്പോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത്. ഞാൻ ഈ സാധനത്തിനകത്ത് അതാണ് ഞാൻ ഇവിടെ അഡാപ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. ഹ്യൂമൻ കൊഗ്നിഷന്റെ ഒരു കോൺഷ്യസ്നെസ് അഡോപ്ഷൻ ആണ് ഇവിടെ ചെയ്യാൻ നോക്കുന്ന പ്രധാന സാധനം. അപ്പം ആ സാധനങ്ങള് ഇതിനകത്ത് പല 1-2 പ്രാവശ്യമുണ്ട്. ഞാൻ ഡോക്യുമെന്റേഷൻ കറക്റ്റ് ആക്കിയിട്ടില്ല. നമുക്ക് സ്ലോലി ഇതിലോട്ട് കയറാം. ഇതിനകത്ത് ഈ ഹ്യൂമൻ കൊഗ്നിഷന്റെ പാർട്ടായിട്ടാണ് ഈ സെൻസറി മെമ്മറി, പെർസെപ്ച്വൽ മെമ്മറി, സ്പേഷ്യൽ മെമ്മറി, അപ്പം സെൽഫ് മോഡിഫിക്കേഷൻ ഫ്രെയിംവർക്ക് ഉണ്ട്. ഇതൊന്നും ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ ഇല്ല. ഈ ഒരു സെൽഫ് മോഡിഫൈയിങ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ, അതായത് ഡൈനാമിക് ലേണിംഗ് യൂണിറ്റ്സ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇത് പ്രോബ്ലത്തിനനുസരിച്ച് ഈ ഫ്രെയിംവർക്ക് മോഡിഫൈ ആവണം. നമ്മുടെ ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും അത് എത്ര പേർക്ക് ആ കോൺസെപ്റ്റ്സ് ആയതുകൊണ്ടോ നമ്മളിപ്പം അത് ഡൈനാമിക് പ്രോഗ്രാമിംഗ് സാധനം ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ ഒരു കോയിൻ ഫ്ലിപ്പ് പ്രോബ്ലം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അതായത് പ്രോഗ്രാം തന്നെ അതിന്റെ റൺ ടൈമിൽ I can show you ഇവിടെ ഇതിനകത്ത് ഞാൻ കുറച്ച് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സിമ്പിൾ പ്രോബ്ലം ആണ്. ഇതിനകത്ത് ഒരു ലൂപ്പ് ഉണ്ടാവും, പിന്നെ 2-3 ലൂപ്പ് ഉണ്ടാവും. ഇപ്പം ഈ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത്. വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം. ഇത് സത്യം പറഞ്ഞാൽ ഇത് ഈ കാണുന്ന കുറെ ഫാൻസി നെയിംസിൽ നിങ്ങൾ ഒരിക്കലും വീഴരുത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എന്താണ് മെഷീൻ ലേണിംഗ്, എങ്ങനെയാണ് ആ പേര് വന്നത്. റിഗ്രഷൻ എന്ന് പറയുന്ന ഒരു ഫാൻസി നെയിമാണ്. അതൊരു ഫംഗ്ഷൻ അപ്രോക്സിമേഷൻ അല്ലെങ്കിൽ ന്യൂമറിക് പ്രഡിക്ഷൻ. 1886 ഒരു ഈ നമ്മുടെ ഫ്രാങ്കോയിസിനെ പോലെ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ, കോൺസെപ്റ്റ് ഓഫ് റിഗ്രഷൻ ടു ദ മീൻ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അത് ബേസ് ചെയ്ത് അപ്പൊ അതിന്റെയൊക്കെ നെയിംസ് വെച്ചാണ് ഈ സാധനം. ഇതിന് ഫ്രെയിംവർക്ക് ഇല്ലായിരുന്നു മെഷീൻ ലേണിംഗിന്. ഇപ്പോഴും ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ദർ ഇസ് എ പ്രോപ്പർ ഫ്രെയിംവർക്ക് ഫോർ ബിൽഡിംഗ് സച്ച് സിസ്റ്റംസ്. AGI അപ്പം അത് ആയി വരാൻ കുറച്ച് സമയം എടുക്കും. ഇനിയും മേ ബി ഒരു 5 years എടുക്കും ഇത് അതെത്താൻ. ഇപ്പം ബുക്സിൽ പഠിക്കുന്ന സാധനങ്ങള് ലിമിറ്റേഷൻ കഴിഞ്ഞു. ഇന്റർനെറ്റ് ഡേറ്റയുടെ ലിമിറ്റേഷൻ തന്നെ കഴിഞ്ഞു. ഇല്ല, എത്തിയിട്ടില്ല. എല്ലാവരും ആ ഒരു പോയിന്റിൽ നിൽക്കുകയാണ്. അപ്പം ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ പഠിക്കണം. പിന്നെ അതിനുശേഷമാണ് നമ്മുടെ ഈ ഒരു പിന്നെ ഇത് ഇന്നലെ ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഫസ്റ്റ് സ്റ്റെപ്പാണ് അത്. നമ്മൾ ഗീക്ക് സ്കൂളിലാണെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുമ്പോൾ ഡോണ്ട് പാനിക്. പ്ലീസ് ഡോണ്ട് പാനിക്. കാരണം ഒരു പ്രോബ്ലം പാനിക് നമുക്ക് അത് എനിക്കുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞാൽ എനിക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അത് എക്സ്പേർട്ടൈസ് ഇല്ലാതെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പോകുമ്പോൾ അത് ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടേ കിട്ടുള്ളൂ. അപ്പം ഈ പല കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഞാൻ പോകുമ്പോഴും, അതായത് ഇപ്പം എൻട്രൻസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ ഇപ്പം സിവിൽ അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനത്തെ എക്സാംസിന്റെ കുഴപ്പം നമുക്ക് അറിഞ്ഞിടാത്ത സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പാനിക് ആവും. ആ എക്സാംസിന്റെയൊക്കെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ പാനിക് ആവാതെ ടൈം കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ പ്രോബ്ലം ഞാനത് ഇത്രയും സമയം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫ്രം സ്ക്രാച്ച് ഹിസ്റ്ററി, പുതിയ ആർക്കിടെക്ചർ, കറന്റ് സ്റ്റേറ്റ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ സ്ലോയിലേ നമുക്ക് ഈ സാധനം എടുക്കാൻ പറ്റുള്ളൂ. ഫ്രാങ്കോയിസ് മാത്രമല്ല ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഒരുപാട് ലോ ഹാങ്ങിങ് ഫ്രൂട്ട്സ് ഉണ്ട് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. അതാണ് ഈ കാണുന്ന നമ്മുടെ LLM വെച്ചുള്ള അപ്രോച്ചും. അതല്ലാതെ കുറച്ച് നല്ല അമേസിങ് ഫ്രൂട്ട്സ് ടോപ്പ് ലെയറിലുണ്ട്. അപ്പൊ അത് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ റാഡിക്കലി ഡിഫറെന്റ് ഐഡിയ വേണം. സീരിയസ്ലി ഒരു ബന്ധമില്ലാത്ത സൂപ്പർ റാഡിക്കൽ സാധനങ്ങൾ കൊണ്ടുവന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനിവിടെ ഈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞത് എന്റെ റിസർച്ചും എന്റെ കുറച്ച് ഇൻഡ്യൂഷൻസും വെച്ച് ഞാൻ ട്രൈ ചെയ്യുന്ന സാധനമാണ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ വേണം ചെക്ക് ചെയ്തിട്ട് എന്റെ അടുത്ത് പറയാം ദിസ് ഇസ് റോങ്, ദിസ് ഇസ് നോട്ട് വി ഹാവ് ടു ഡു. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ന്യൂ ജെൻ സാധനമാണ്. നിങ്ങൾ വേണം, യു ഹാവ് ടു സെറ്റ് സ്റ്റാൻഡേർഡ്സ് ഫോർ മെഷീൻ ലേണിംഗ്. വേൾഡിന് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ല. ബുക്സും ട്രഡീഷണൽ ലേണിംഗ്സും എല്ലാം ഓക്കെയാണ്. അത് പഠിക്കുന്നത് ഇതുവരെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ദിസ് ഈസ് ദ ന്യൂ തിങ്.
അപ്പം പതുക്കെ പതുക്കെ നമുക്ക് ഈ ഒരു സാധനത്തിൽ എത്തിക്കാം. ഇതാണ് നമ്മുടെ മെയിൻ ഗോൾ. ഇതില് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എനി ക്വസ്റ്റ്യൻസ് ഓർ ഫീഡ്ബാക്ക്? Hello, guys, please talk. ഡൗട്ട്സ് ഇല്ലേ ചേട്ടാ? Yeah. Guys, അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? പിന്നെന്താ ചോദിച്ചോളൂ. ആർക്കെങ്കിലും ഡൗട്ട്സ്? ആദ്യം വിജയുടെ ഒരു മോഡല് അമൽ ഉണ്ടാക്കിയല്ലോ. അപ്പോ അതിനകത്ത് സെൻസർ എന്ത് ഇൻപുട്ടാണ് എടുക്കാറ്? ലൈക്ക് ഇമേജ്, ടെക്സ്റ്റ് എല്ലാം എടുക്കുന്ന ടൈപ്പ് സാധനമാണോ? ഇപ്പൊ അതിനകത്ത് നമ്മുടെ വാല്യൂസ് ആണ് കൊടുക്കുന്നത്. ഒരു സ്ട്രക്ചേർഡ് ഇൻപുട്ട് ഇപ്പൊ കൊടുക്കുന്നത്. കാരണം നമുക്ക് ചെയ്യേണ്ട പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഒരു അറയല്ലേ, ടെക്സ്റ്റ് അല്ല കൊടുക്കുന്നത്, ഇൻപുട്ടാണ് കൊടുക്കുന്നതിന്. ഒരു സ്ട്രക്ചേർഡ് ഇൻപുട്ടാണ് കൊടുക്കുന്നത്. ടെക്സ്റ്റ് കൊടുത്താലുള്ള കുഴപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, അത് എവിടെ കയറിപ്പോയി എപ്പോഴും. അതെ, കാരണം നേരത്തെ ജേസൺ പാഴ്സർ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ, ഒരു ടൂൾ ജേസൺ പാഴ്സർ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് സ്ട്രക്ചേർഡ് ഇൻഫർമേഷൻ കൊടുത്താൽ പ്രോബ്ലം കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും, ആക്യുറസിയിൽ സോൾവ് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് എടുത്ത് കൊടുത്താലുണ്ടല്ലോ, എനിക്ക് ചിന്തിക്കാൻ പറ്റണില്ല. പിന്നെ ടോക്കണൈസർ ഉണ്ടാക്കണം, ടോക്കണൈസറിനെ പോയി ഇംപ്രൂവ് ചെയ്യണം. ഞങ്ങൾ പാഴ്സർ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ടെക്സ്റ്റ് അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒന്നീ ക്യാരക്ടർ ബൈ ക്യാരക്ടർ സ്പ്ലിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് ടോക്കൺ ബൈ ടോക്കൺ സ്പ്ലിറ്റ് ചെയ്യണം. ക്യാരക്ടർ ബൈ ക്യാരക്ടർ സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സാധനത്തിന് എന്താ പറയണ്ട, നമുക്ക് കണ്ടീഷൻ എഴുതണം. എൻ സ്റ്റേറ്റ്മെന്റ്, സ്റ്റാർട്ട് സ്റ്റേറ്റ്മെന്റ് ഇതാണ്, എൻ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. അത് എന്ത് കോംപ്ലിക്കേറ്റ് ആയിരിക്കും പറഞ്ഞോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അയ്യോ, എനിക്കത് ചെയ്യാൻ വയ്യ. യു ഗൈസ് വാണ്ട് ടു ഡു ഇറ്റ്? ഇല്ലെങ്കിൽ ടോക്കണൈസർ എടുത്ത് വെക്കണം. ടോക്കണൈസർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ പരിപാടി പോയി, LLM ആയി. ശരി, ഞാൻ ജസ്റ്റ് ചോദിച്ചു. അതെ, ഓക്കെ ഗൈസ്, അപ്പൊ ബൈ. ബൈ. ബൈ.